Now being recorded. സ്ക്രീൻ കാണുന്നില്ലേ? അതെ സാർ, വിസിബിൾ ആണ്. ഓക്കെ ഓക്കെ ഓക്കെ. അപ്പോൾ CUET PG 2025 ഇത് CUET എക്സാം എന്താണ്, CUET എക്സാമിലൂടെ പിന്നെ ഏതൊക്കെ യൂണിവേഴ്സിറ്റീസിലേക്കാണ് അഡ്മിഷൻ നൽകുന്നത്, അതുപോലെ ഈ ഒരു എക്സാമിന്റെ സ്ട്രക്ചർ എന്താണ്, പിന്നെ ഈ എക്സാമിന്റെ ആപ്ലിക്കേഷൻ ഫീ, ഓൺലൈൻ ആപ്ലിക്കേഷൻ കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് വരുന്നത്, അതുപോലെ ഈ എക്സാം എങ്ങനെ ക്രാക്ക് ചെയ്യാം, ഇതൊക്കെയാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. നമുക്ക് തുടങ്ങാം. ആദ്യത്തത് എന്താണ് CUET PG? നിങ്ങൾക്ക് എല്ലാവർക്കും അറിയായിരിക്കും. ഇന്ത്യയിലെ ഏറ്റവും പ്രീമിയർ ആയിട്ടുള്ള സെൻട്രൽ യൂണിവേഴ്സിറ്റികളിലേക്കും അതുപോലെ മറ്റ് പ്രൈവറ്റ് ആൻഡ് അതർ പാർട്ടിസിപ്പേറ്റിംഗ് ഡീംഡ് യൂണിവേഴ്സിറ്റീസിലേക്കും അഡ്മിഷൻ നൽകാൻ വേണ്ടി നടത്തുന്ന ഒരു എൻട്രൻസ് എക്സാമിനേഷൻ ആണ് CUET PG. ഇത് കണ്ടക്ട് ചെയ്യുന്നത് NTA ആണ്, നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി. NTA ഒരുപാട് എക്സാംസ് നടത്തുന്നുണ്ട്. അതിൽ പ്രധാനപ്പെട്ട ഒരു എക്സാം തന്നെയാണ് CUET PG. Role of NTA. The role of NTA is confined to registration of candidates, conduct of the test, hosting of answer key, inviting challenges, finalizing answer keys, preparing and declaring result and hosting scorecard. അപ്പം ഇതാണ് NTA ഈ ഒരു എക്സാമിലെ റോള്. NTA എക്സാം നോട്ടിഫിക്കേഷൻ ഓപ്പൺ ചെയ്യും, നമുക്ക് അതിൽ അപ്ലൈ ചെയ്യാൻ പറ്റും. അതിനുശേഷം അവർ എക്സാം നടത്തും. എക്സാം നടത്തി കഴിഞ്ഞ ശേഷം ആദ്യം ഒരു പ്രൊവിഷണൽ ആൻസർ കീ അവർ പബ്ലിഷ് ചെയ്യും. അതിനുശേഷം നമുക്ക് ആ ഒരു ആൻസർ കീയിൽ പ്രശ്നങ്ങൾ ഉണ്ടെന്ന് തോന്നിക്കഴിഞ്ഞാൽ നമുക്കത് ചാലഞ്ച് ചെയ്യാൻ പറ്റും. ചാലഞ്ച് ഓപ്ഷൻ കഴിഞ്ഞതിന് ശേഷം ആ ഒരു ഫൈനൽ ആൻസർ കീ പ്ലസ് സ്കോർ കാർഡ് അല്ലെങ്കിൽ നമ്മുടെ റിസൾട്ട് പബ്ലിഷ് ചെയ്യും. ഇതോടുകൂടി ഈ ഒരു പ്രോസസ്സിലെ NTA റോൾ കഴിയാണ്. അവർ ആ സ്കോർ കാർഡ് പബ്ലിഷ് ചെയ്യുന്നതോടുകൂടി NTA റോൾ അവിടെ കഴിഞ്ഞു. ഇതിന് ശേഷം നമ്മൾ എന്താ ചെയ്യുന്നത് വെച്ചാൽ ഈ ഒരു സ്കോർ കാർഡ് വെച്ചിട്ട് നമ്മൾ സെപ്പറേറ്റ് ഓരോ യൂണിവേഴ്സിറ്റീസിലേക്ക് ഈ നമ്മുടെ ഒരു ഒബ്റ്റെയിൻ ചെയ്തിട്ടുള്ള റിസൾട്ട് വെച്ചിട്ട് നമ്മൾ അപ്ലൈ ചെയ്യാണ് വേണ്ടത്. ഇതിന് ശേഷം സെപ്പറേറ്റ് യൂണിവേഴ്സിറ്റി അവരുടെ സെലക്ഷൻ ലിസ്റ്റ് ഇടും. ആ ഒരു സെലക്ഷൻ ലിസ്റ്റിൽ പേര് ഉണ്ടായാൽ മാത്രമേ നമുക്ക് എന്ത് കിട്ടുള്ളൂ, അഡ്മിഷൻ കിട്ടുള്ളൂ. നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം എന്താ വെച്ചാൽ, നിങ്ങൾ CUET എഴുതി നിങ്ങൾക്ക് നല്ല സ്കോർ ഉണ്ട് എന്ന് വിചാരിച്ചിട്ട് നിങ്ങൾക്ക് എവിടെയും അഡ്മിഷൻ കിട്ടില്ല. അതിനുശേഷം നിങ്ങൾ ഈ ഒരു സ്കോർ കാർഡ് വെച്ചിട്ട് ഓരോ യൂണിവേഴ്സിറ്റിയിലും സെപ്പറേറ്റ് അപ്ലൈ ചെയ്തതിനു ശേഷം അവരുടെ റിസൾട്ടിൽ സെലക്ഷൻ ലിസ്റ്റിൽ നിങ്ങൾ വന്നാൽ മാത്രമേ നിങ്ങൾക്ക് അഡ്മിഷൻ കിട്ടുള്ളൂ. അപ്പൊ ഇതൊന്ന് ശ്രദ്ധിക്കാം. അടുത്ത മെറിറ്റ് ലിസ്റ്റ് വിൽ ബി പ്രിപ്പയർഡ് ബൈ പാർട്ടിസിപ്പേറ്റിംഗ് യൂണിവേഴ്സിറ്റീസ് ഓർ ഓർഗനൈസേഷൻ. ഞാൻ പറഞ്ഞല്ലോ, സെപ്പറേറ്റ് മെറിറ്റ് ലിസ്റ്റ് ഓരോ യൂണിവേഴ്സിറ്റീസും പ്രിപ്പയർ ചെയ്യുകയാണ് ചെയ്യുക. സോ യൂണിവേഴ്സിറ്റീസ് may conduct their individual counseling on the basis of the scorecard of CUET PG 2024 provided by NTA. ഓക്കെ, ഇതിന് ശേഷമുള്ള പ്രോസസ്സ് എല്ലാം സെപ്പറേറ്റ് ആയിരിക്കും. ഈ ഒരു കോമൺ യൂണിവേഴ്സിറ്റി എന്നുള്ളതിലെ കോമൺനെസ് ഈ ഒരു റിസൾട്ട് പബ്ലിഷ് ചെയ്യുന്നതോട് കൂടെ കഴിയാണ്. അതിനങ്ങോട്ടുള്ളത് എല്ലാം സെപ്പറേറ്റ് ആയിരിക്കും. നെക്സ്റ്റ്, ഹൗ ടു അപ്ലൈ. ഇത് നിലവിൽ നോട്ടിഫിക്കേഷൻ വന്നിട്ടില്ല. നോട്ടിഫിക്കേഷൻ വരിക ഈ ഒരു pgcuet.samar.ac.in എന്ന് പറഞ്ഞ സൈറ്റിലാണ്. നോട്ടിഫിക്കേഷൻ വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ആദ്യം അതിൻ്റെ ഒരു രജിസ്ട്രേഷൻ ഫോം ഉണ്ടാവും, നമ്മുടെ സൈനപ്പ് പോലത്തെ സംഭവം. നമ്മളെ ബേസിക് ഡീറ്റെയിൽസ് കൊടുത്തിട്ടുള്ള അത് നമ്മൾ രജിസ്റ്റർ ചെയ്യും. അതിൽ ഡീറ്റെയിൽസ് കൊടുക്കുന്ന സമയത്ത് ശ്രദ്ധിക്കുക, കറക്റ്റ് ഡീറ്റെയിൽസ് മാത്രം കൊടുക്കുക. രജിസ്റ്റർ ചെയ്തതിന് ശേഷം ആപ്ലിക്കേഷൻ ഫോം നമുക്ക് ലോഗിൻ ചെയ്യാൻ പറ്റും. അതിൽ ലോഗിൻ ചെയ്യുക, ഡീറ്റെയിൽസ് കറക്റ്റ് ഫില്ല് ചെയ്യുക. അതിനുശേഷം അടുത്ത സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ ഡോക്യുമെന്റ് അപ്ലോഡ് ആണ്. പ്രധാനമായിട്ടും ഫോട്ടോ, സൈന്, പിന്നെ കാറ്റഗറി സർട്ടിഫിക്കറ്റ്. അതായത് നിങ്ങൾ റിസർവേഷൻ അർഹമായ കാറ്റഗറിയിൽ നിന്നാണ് നിങ്ങൾ വരുന്നതെങ്കിൽ, അത് OBC, SC, ST, പിന്നെ PWD, പേഴ്സൺസ് വിത്ത് ഡിസബിലിറ്റീസ്, ഇവർക്കൊക്കെ റിസർവേഷൻ വരുന്നുണ്ട്. അപ്പോൾ അത് തെളിയിക്കുന്ന ഒരു സർട്ടിഫിക്കറ്റും നമ്മൾ അപ്ലോഡ് ചെയ്യേണ്ടതായിട്ടുണ്ട്. ഇതിനുശേഷം ഫീ പേയ്മെന്റ് ആണ്. ഫീ ഒക്കെ കറക്റ്റ് ആയിട്ട് അടയ്ക്കുക, എന്നിട്ട് സബ്മിറ്റ് ചെയ്യുക. ഇത്രയാണ് ആ ഒരു ഓൺലൈൻ ആപ്ലിക്കേഷൻ പ്രൊസീജിയർ വരുന്നത്. അപ്പൊ ഇത് ശ്രദ്ധിക്കുക, ചെയ്യുന്ന സമയത്ത് ഡീറ്റെയിൽസ് ഒക്കെ കറക്റ്റ് ഫില്ല് ചെയ്യുക. കറക്ഷൻ വിൻഡോ ഇതിന് ശേഷം വരും, എന്നാലും അതിന് നിൽക്കാതെ ഫസ്റ്റിൽ തന്നെ അപ്ലൈ ചെയ്യുന്ന സമയത്ത് എല്ലാം കറക്റ്റ് കൊടുക്കുക. പിന്നെ ഈ ഒരു സർട്ടിഫിക്കറ്റ്സ് ഒക്കെ ആദ്യം ഉണ്ടാക്കി വെക്കുക. ഇപ്പോ ഇനി നോട്ടിഫിക്കേഷൻ വന്നു കഴിഞ്ഞാൽ ഏകദേശം 1 ഇയറിന്റെ മുന്നേ വരെയുള്ളതാണ്. അതായത് 1 ഇയർ വാലിഡിറ്റി ആണ് അവർ നോക്കുക. അപ്പൊ നമ്മൾ ഇപ്പൊ തന്നെ ഈ ഒരു സർട്ടിഫിക്കറ്റ് ഒക്കെ അപ്ലൈ ചെയ്തിട്ട് കയ്യിൽ ഉണ്ടെന്ന് ഉറപ്പ് വരുത്തുക. അപ്പോൾ നോട്ടിഫിക്കേഷൻ വന്നു കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് തന്നെ അപ്ലൈ ചെയ്യാൻ പറ്റും. അടുത്തത് സ്ട്രക്ചർ ഓഫ് ദ എക്സാം CUET 2024. ഇത് CUET 2024 കഴിഞ്ഞ വർഷം നടന്ന CUET ആണ്. അപ്പോൾ അതിന്റെ ഒരു സ്ട്രക്ചറാണ് ഞാൻ ഇവിടെ പറയുന്നത്. അടുത്ത CUET, അതായത് CUET 2025 ചെറിയ വ്യത്യാസങ്ങളുണ്ട്, നമുക്ക് അടുത്ത സ്ലൈഡിൽ പറയാം. സോ മോഡ് ഓഫ് ദി എക്സാമിനേഷൻ ബേസിക്കലി കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ് ആണ്. പെൻ ആൻഡ് പേപ്പർ മോഡൊന്നും അല്ല, കമ്പ്യൂട്ടർ ഉപയോഗിച്ചിട്ടുള്ള ടെസ്റ്റ് ആണ്.
ഇതൊരു MCQ ആണ്, മൾട്ടിപ്പിൾ ചോയ്സ് എക്സാം ആണ്. 4 ഓപ്ഷൻസ് ഉണ്ടാവും. 4 ഓപ്ഷൻസിൽ ഒരു കറക്റ്റ് ആൻസർ ഉണ്ടാവും. ആ ഒരു കറക്റ്റ് ആൻസർ കണ്ടെത്തിയിട്ട് അതാണ് നിങ്ങൾ മാർക്ക് ചെയ്യേണ്ടത്. അടുത്ത ഡ്യൂറേഷൻ ഓഫ് എക്സാം ആണ്. അത് 105 മിനിറ്റ് ആണ്. ഇത് കഴിഞ്ഞ വർഷത്താണ്. കഴിഞ്ഞ വർഷം 105 മിനിറ്റ് ആയിരുന്നു. അതുപോലെ ക്വസ്റ്റ്യൻ പേപ്പർ വിൽ ഹാവ് 75 ക്വസ്റ്റ്യൻസ്. 75 ചോദ്യങ്ങൾ, 75 സബ്ജക്ട് റിലേറ്റഡ്, അതായത് എക്കണോമിക്സ് റിലേറ്റഡ് ചോദ്യങ്ങൾ മാത്രമായിരുന്നു കഴിഞ്ഞ വർഷം ഉണ്ടായിരുന്നത്. കഴിഞ്ഞ വർഷം ജനറൽ പേപ്പർ ഉണ്ടായിരുന്നില്ല. അടുത്ത 4 മാർക്സ് വുഡ് ബി അവാർഡ് ഫോർ ഈച്ച് കറക്റ്റ് ആൻസർ ആൻഡ് 1 മാർക്ക് വിൽ ബി ഡിഡക്റ്റഡ് ഫോർ ഈച്ച് റോങ് ആൻസർ. അപ്പോൾ അറിയാലോ, അതായത് നെഗറ്റീവ് മാർക്കിംഗ് ഉള്ള എക്സാം ആണ്. നിങ്ങൾക്ക് ശരിയായി കഴിഞ്ഞാൽ 4 മാർക്കും, ഉത്തരം തെറ്റിക്കഴിഞ്ഞാൽ 1 മാർക്ക് ഡിഡക്റ്റ് ആവുകയും ചെയ്യും. COQP 10 എന്നുള്ളതാണ് എക്കണോമിക്സിന്റെ സബ്ജക്ട് കോഡ്. എക്കണോമിക്സും അതായത് റിലേറ്റഡ് സബ്ജക്ട് ആയിട്ടുള്ള ഫിനാൻഷ്യൽ എക്കണോമിക്സ്, ബിസിനസ് എക്കണോമിക്സ്, റൂറൽ എക്കണോമിക്സ്, ഇതെല്ലാം വരുന്നത് ഈ ഒരു COQP 10 എന്ന് പറയുന്ന സബ്ജക്ട് കോഡിന്റെ അണ്ടറിലാണ്. അടുത്തത് പൊട്ടൻഷ്യൽ ചേഞ്ചസ് ഇൻ CUET 2025. ഡിസംബർ 12-ന് UGC ഒരു നോട്ടിഫിക്കേഷൻ ഇറക്കിയിരുന്നു. അതായത് സ്റ്റുഡൻസിന്റെ ഭാഗത്തുനിന്ന്, അതുപോലെ മറ്റ് അക്കാദമിക് എക്സ്പേർട്സിന്റെ ഭാഗത്തുനിന്നുള്ള സജഷൻസിന്റെ ബേസിൽ അടുത്ത CUET 25-ല് കൊണ്ടുവരാൻ ഉദ്ദേശിക്കുന്ന പൊട്ടൻഷ്യൽ മാറ്റങ്ങളാണ് അവർ ആ നോട്ടിഫിക്കേഷനിൽ പറഞ്ഞിട്ടുള്ളത്. അതിൽ നിന്ന് എടുത്തിട്ടുള്ള പ്രധാനപ്പെട്ട സംഭവങ്ങളാണ് ഞാൻ ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഡ്യൂറേഷൻ ഓഫ് ദ എക്സാം വിൽ ബി 90 മിനിറ്റ്സ് പെർ സബ്ജക്ട് പെർ പേപ്പർ ആൻഡ് വിൽ ബി യൂണിഫോം അക്രോസ് ഓൾ ദ പേപ്പേഴ്സ്. കഴിഞ്ഞ വർഷം 105 മിനിറ്റ് ആണ് ഉണ്ടായിരുന്നത്. പക്ഷേ ഈ വർഷം അവർ 90 മിനിറ്റ് മാത്രമാക്കിയിട്ട് എക്സാം ചുരുക്കുന്നുണ്ട്. ഓൾ ദ ക്വസ്റ്റ്യൻസ് വിൽ ബി കമ്പൾസറി ആൻഡ് ദർ വിൽ ബി നെഗറ്റീവ് മാർക്കിംഗ്. അത് സെയിം ആസ് കഴിഞ്ഞ CUET 2024 ആണ്. നെഗറ്റീവ് മാർക്കിംഗ് ഉണ്ടാവും. എല്ലാ ക്വസ്റ്റ്യൻസും കമ്പൾസറി ആണ്. അടുത്തത് ജനറൽ പേപ്പറിന്റെ കേസാണ്. ഇത് general paper is to be redesigned to cater skill-based and certain professions based on UG knowledge so that universities can use it for programs in those areas. ജനറൽ പേപ്പറിനെ കുറിച്ച് ഇങ്ങനെ ഒരു സ്റ്റേറ്റ്മെന്റ് ആണ് ആ വന്ന നോട്ടിഫിക്കേഷനിലുള്ളത്. അപ്പോൾ കഴിഞ്ഞ വർഷങ്ങളിൽ MBA പോലത്തെ സബ്ജക്റ്റുകളിൽ ജനറൽ പേപ്പർ ഉണ്ടായിരുന്നു. പക്ഷേ മോസ്റ്റ് ഓഫ് ദി സബ്ജക്ട്സിലും ജനറൽ പേപ്പർ ഇല്ലായിരുന്നു. ഈ വർഷത്തെ കാര്യം നമുക്ക് നോട്ടിഫിക്കേഷൻ വന്നാൽ മാത്രമേ ഉറപ്പിച്ച് പറയാൻ പറ്റുള്ളൂ ജനറൽ പേപ്പർ ഉണ്ടാവോ ഇല്ലെന്നുള്ളത്. അപ്പോൾ അത് നോട്ടിഫിക്കേഷൻ വന്നതിന് ശേഷം നോക്കാം. നെക്സ്റ്റ് സിലബസ് ആണ്. സിലബസ് വരുന്നത് ആദ്യം മൈക്രോ എക്കണോമിക്സ് തന്നെയാണ്. മൈക്രോ എക്കണോമിക്സിൽ തിയറി ഓഫ് ഡിമാൻഡ്, പിന്നെ പ്രൊഡക്ഷൻ തിയറി, പ്രൈസ് ആൻഡ് ഔട്ട്പുട്ട് ഡിറ്റർമിനേഷൻ ഇൻ ദ മാർക്കറ്റ്, ടൈപ്സ് ഓഫ് മാർക്കറ്റ്, പിന്നെ വെൽഫെയർ, അതായത് ജനറൽ ഇക്വിലിബ്രിയം, എഫിഷ്യൻസി ആൻഡ് വെൽഫെയർ, ഇതൊക്കെയാണ് മൈക്രോ എക്കണോമിക്സിൽ വരുന്നത്. നെക്സ്റ്റ് മാക്രോ എക്കണോമിക്സ് ആണ്. നാഷണൽ ഇൻകം അക്കൗണ്ടിങ്, ഇൻകം ആൻഡ് ഔട്ട്പുട്ട് ഡിറ്റർമിനേഷൻ, അഗ്രിഗേറ്റ് ഡിമാൻഡ് ആൻഡ് അഗ്രിഗേറ്റ് സപ്ലൈ, എഫക്റ്റീവ് ഡിമാൻഡ് പ്രിൻസിപ്പിൾ, ക്ലാസിക്കൽ ആൻഡ് കെയ്നീഷ്യൻ അപ്രോച്ച്, ഇത്രയും കാര്യങ്ങളൊക്കെയാണ് ബേസിക് മാക്രോയിൽ വരുന്നത്. നെക്സ്റ്റ് മണി ആൻഡ് ഇൻഫ്ലേഷൻ ആണ്. ഡിമാൻഡ് ആൻഡ് സപ്ലൈ ഓഫ് മണി, മണി മൾട്ടിപ്ലയർ ആൻഡ് ഹൈപ്പർവേർഡ് മണി, ക്രെഡിറ്റ് ക്രിയേഷൻ, റോൾ ഓഫ് RBI ആൻഡ് കൊമേഴ്ഷ്യൽ ബാങ്ക്സ്, ക്വാണ്ടിറ്റി തിയറി ഓഫ് മണി, ഫിലിപ്സ് കർവ്, പിന്നെ മോണിറ്ററി ആൻഡ് ഫിസിക്കൽ പോളിസി ഓഫ് ഇന്ത്യ ആൻഡ് ഇറ്റ്സ് റോൾ. അടുത്തത് കൺസംഷൻ ആൻഡ് ഇൻവെസ്റ്റ്മെന്റ് ഫംഗ്ഷൻ ആണ്. ഇതിൽ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് കൺസംഷൻ തിയറീസ് വരുന്നുണ്ട്. പിന്നെ ഓപ്പൺ എക്കണോമി മോഡൽസ്, അതായത് മണ്ടൽ ഫ്ലെമിംഗ് മോഡൽ, ബാലൻസ് ഓഫ് പേയ്മെന്റ്, എക്സ്ചേഞ്ച് റേറ്റ് ഡിറ്റർമിനേഷൻ, ഇതൊക്കെയാണ് വരുന്നത്. അടുത്തത് എക്കണോമിക് ഗ്രോത്ത് മോഡൽസ് ആയിട്ടുള്ള ഹെറോഡ് ടോമർ, സോളോ, ഇതാണുള്ളത്. പിന്നെ സ്റ്റാറ്റിസ്റ്റിക്സ് ആണ്. സ്റ്റാറ്റിസ്റ്റിക്കൽ മെത്തേഡ്സ് ഇൻ എക്കണോമിക്സ്, ബേസിക് സ്റ്റാറ്റിസ്റ്റിക്സ് കോൺസെപ്റ്റ് ആയിട്ടുള്ള മോഡ്, മീഡിയൻ, ഡിസ്പേർഷൻ, സ്ക്യൂനെസ്, ക്വാർട്ടൈൽ ഡീവിയേഷൻ, ആവറേജ് ഡീവിയേഷൻ, സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ, കോറിലേഷൻ, പിന്നെ സിമ്പിൾ റിഗ്രഷൻ മോഡൽ ആൻഡ് പ്രൊബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ സാമ്പിളിംഗ്. ഇത്രയും കാര്യങ്ങളാണ് സ്റ്റാറ്റിസ്റ്റിക്സ് എന്ന് വരുന്നത്. അടുത്ത മാത്തമാറ്റിക്കൽ മെത്തേഡ്സ് ഇൻ എക്കണോമിക്സ്, സെറ്റ് തിയറി, വെക്ടർ, ഫങ്ഷൻസ് ഓഫ് വൺ ആൻഡ് സെവറൽ റിയൽ വേരിയബിൾ ആൻഡ് മൾട്ടി വേരിയബിൾ ഒപ്റ്റിമൈസേഷൻ, ഇന്റഗ്രേഷൻ വരുന്നുണ്ട്, ഡിഫറൻസ് ഇക്വേഷൻ വരുന്നുണ്ട്, മെട്രിക്സ് വരുന്നുണ്ട്, ലീനിയർ പ്രോഗ്രാമിംഗ് വരുന്നുണ്ട്, ഡിഫറൻഷ്യൽ ഇക്വേഷൻസ് വരുന്നുണ്ട്. ഇത്രയും കാര്യങ്ങളാണ് മാത്സിൽ വരുന്നത്. അടുത്ത ഇന്ത്യൻ എക്കണോമിയാണ്. ഇന്ത്യൻ എക്കണോമി ഒരു വളരെ വാസ്റ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ്. അപ്പോൾ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന വെച്ച് കഴിഞ്ഞാൽ PYQs നോക്കിയിട്ട് ഏതൊക്കെ ഏരിയയിൽ നിന്നാണ് ഏറ്റവും കൂടുതൽ ചോദ്യങ്ങൾ വരുന്നത്, അതുപോലെ ഒരുപാട് PYQs സോൾവ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ഒരു ട്രെൻഡ് മനസ്സിലാവും. അങ്ങനെ ഇന്ത്യൻ എക്കണോമി പഠിക്കുന്നതായിരിക്കും കുറച്ചും കൂടി ബെറ്റർ. നെക്സ്റ്റ് പബ്ലിക് എക്കണോമിക്സ് ആണ്. പബ്ലിക് ആൻഡ് പ്രൈവറ്റ് ഗുഡ്സ്, എക്സ്റ്റേണാലിറ്റീസ്, ബഡ്ജറ്റ്, ഡെഫിസിറ്റ്സ്, പബ്ലിക് ഡെപ്റ്റ്, ഫിസിക്കൽ ഫെഡറലിസം ഇൻ ഇന്ത്യ, പിന്നെ ടാക്സേഷൻ വരുന്നുണ്ട്. ടാക്സേഷന്റെ തിയറീസ്, ടാക്സ് ഇൻസിഡൻസ്, ഒപ്റ്റിമൽ ടാക്സേഷൻ ഒക്കെ. പിന്നെ ഇന്റർനാഷണൽ ട്രേഡ് തിയറീസ്, അതിൽ ആഡം സ്മിത്തിന്റെ തിയറി, റിക്കാർഡോ, ഹെക്സറോലിൻ മോഡൽ, അതുപോലെ ന്യൂ ട്രേഡ് തിയറീസ്. ഇത്രയും കാര്യങ്ങളാണ് സിലബസിൽ വരുന്നത്. ഇത് ഏകദേശം നിങ്ങൾ UGയിൽ പഠിക്കുന്ന ആ ഒരു സംഭവങ്ങളൊക്കെ തന്നെയാണ്
ഈ CUET-ന്റെ സിലബസിലായിട്ട് വരുന്നത്. അപ്പോൾ നിങ്ങൾ പഠിക്കാത്ത കാര്യങ്ങളൊന്നുമല്ല, പഠിച്ച കാര്യങ്ങൾ തന്നെയാണ്. പക്ഷെ CUET-ൽ വരുന്ന സമയത്ത് അത് ഡിഫറെന്റ് ആയിട്ടുള്ള രീതിയിലാണ് അവർ ചോദ്യം ചോദിക്കുക. ആ ഒരു രീതിയിൽ വേണം നമ്മൾ പഠിക്കാൻ വേണ്ടിയിട്ട്. അടുത്തത് അഡ്മിഷൻ ആണ്. ഞാൻ നേരത്തെ പറഞ്ഞു കഴിഞ്ഞു, CUET എഴുതിയതുകൊണ്ട് മാത്രം നിങ്ങൾക്ക് അഡ്മിഷൻ കിട്ടില്ല. ഈ ഒരു സ്കോർ വെച്ചിട്ട് നിങ്ങൾ സെപ്പറേറ്റ് യൂണിവേഴ്സിറ്റിയിൽ അപ്ലൈ ചെയ്യണം. എന്നിട്ട് അവരുടെ സെലക്ഷൻ ലിസ്റ്റിൽ വന്നാൽ മാത്രമേ നിങ്ങൾക്ക് അഡ്മിഷൻ കിട്ടുകയുള്ളൂ. നെക്സ്റ്റ് റിസർവേഷൻസ് ആണ്. റിസർവേഷൻ നോക്കുന്ന സമയത്ത് ഇന്ത്യയിൽ നിലവിലുള്ള ആ ഒരു റിസർവേഷൻ സിസ്റ്റം അത് CUET-ലും അപ്ലിക്കബിൾ ആണ്. അതായത് ജനറൽ EWS കാറ്റഗറിക്ക് 10% സീറ്റ് എല്ലാ കോഴ്സിലും ഉണ്ട്. അതുപോലെ OBC NCL കാറ്റഗറിക്കാർക്ക് 27% ഉണ്ട്, SC-കാർക്ക് 15%, ST 7.5, പിന്നെ പേഴ്സൺസ് വിത്ത് ഡിസബിലിറ്റി ഇവർക്ക് 5% സീറ്റ് ഇൻ ഈച്ച് ഓഫ് ദി ജനറൽ EWS, OBC, NCL ആൻഡ് SC ST കാറ്റഗറി. അതായത് ഈ ഓരോ കാറ്റഗറിയിലും 5% സീറ്റ് PWD-കാർക്ക് റിസർവ്ഡ് ആണ്. അടുത്തത് ടോപ്പ് യൂണിവേഴ്സിറ്റീസ് ആൻഡ് കോഴ്സസ് ഓഫേർഡ്. CUET-ൽ ഏകദേശം 100-ലധികം യൂണിവേഴ്സിറ്റീസ് വരുന്നുണ്ട്. അപ്പം ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട, ഏറ്റവും പ്രീമിയർ ആയിട്ടുള്ള, ഏറ്റവും നല്ല ഇൻസ്റ്റിറ്റ്യൂഷൻസിന്റെ ഒരു ലിസ്റ്റാണ് ഞാൻ ജസ്റ്റ് മെൻഷൻ ചെയ്യാം. ആദ്യമായിട്ട് വരുന്നത് ജവഹർലാൽ നെഹ്റു യൂണിവേഴ്സിറ്റി. ഇന്ത്യയിലെ ഏറ്റവും മികച്ച, കഴിഞ്ഞ കുറെ വർഷങ്ങളായിട്ട് NIRF റാങ്കിങ്ങുകളിൽ ടോപ്പിൽ വരുന്ന യൂണിവേഴ്സിറ്റിയാണ് JNU. ഡൽഹിയിലാണ്. അവിടെ 2 എക്കണോമിക്സ് കോഴ്സുകൾ ഉണ്ട്. MA എക്കണോമിക്സും ഉണ്ട്, പിന്നെ MA എക്കണോമിക്സ് വിത്ത് സ്പെഷ്യലൈസേഷൻ ഇൻ വേൾഡ് എക്കണോമി ഉണ്ട്. ഇതിൽ ആദ്യത്തെ കോഴ്സ് MA എക്കണോമിക്സ് ഒരു ട്രഡീഷണൽ കോഴ്സാണ്, അതായത് സാധാ ജനറൽ എക്കണോമിക്സ്. രണ്ടാമത്തേത് MA എക്കണോമിക്സ് വിത്ത് സ്പെഷ്യലൈസേഷൻ ഇൻ വേൾഡ് എക്കണോമി. ഇത് കുറച്ചുകൂടി പുതിയൊരു കോഴ്സാണ്, റീസെന്റ് ഇൻട്രൊഡ്യൂസ് ആയിട്ടുള്ള കോഴ്സാണ്. അതുപോലെ തന്നെ ഹൈലി ടെക്നിക്കൽ ആൻഡ് മാത്തമാറ്റിക്കൽ ആയിട്ടുള്ള ഒരു കോഴ്സാണ്. അപ്പൊ നിങ്ങൾ ആ ഒരു മാത്തമാറ്റിക്കൽ എക്കണോമിക്സ് ആ ഒരു മേഖലയിൽ ഫോക്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ആൾക്കാരാണെങ്കിൽ രണ്ടാമത്തെ MA എക്കണോമിക്സ് സ്പെഷ്യലൈസേഷൻ വേൾഡ് എക്കണോമി എടുക്കുന്നതായിരിക്കും കൂടുതൽ ബെറ്റർ. അടുത്തത് യൂണിവേഴ്സിറ്റി ഓഫ് ഡൽഹി. ഡൽഹി സ്കൂൾ ഓഫ് എക്കണോമിക്സ് കേട്ടിട്ടുണ്ടാവും. ഇന്ത്യയിലെ മികച്ച യൂണിവേഴ്സിറ്റികളിൽ ഒന്ന് തന്നെയാണ് ഡൽഹി സ്കൂൾ ഓഫ് എക്കണോമിക്സ്. ഡൽഹിയിൽ ഒരു കോഴ്സാണ് ഉള്ളത്, MA എക്കണോമിക്സ്. അപ്പോൾ ഡൽഹിയുടെ കേസ് പറയുകയാണെങ്കിലും വളരെ ടെക്നിക്കൽ ആയിട്ടുള്ള കോഴ്സാണ്. നിങ്ങൾ കോർപ്പറേറ്റ് പ്ലേസ്മെന്റ് ഒക്കെയാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് ഏറ്റവും ആപ്റ്റ് ആയിട്ടുള്ളത് ഡൽഹി സ്കൂൾ ഓഫ് എക്കണോമിക്സിൽ ഈ ഒരു കോഴ്സ് ആയിരിക്കും. പക്ഷെ ഭയങ്കര ടഫ് ആയിട്ടുള്ള, റിഗറസ് ആയിട്ടുള്ള കോഴ്സാണ്, അതൊന്ന് നോക്കുക. പിന്നെ യൂണിവേഴ്സിറ്റി ഓഫ് ഹൈദരാബാദ് യൂണിവേഴ്സിറ്റി സൗത്ത് ഇന്ത്യയിലെ ഏറ്റവും മികച്ച യൂണിവേഴ്സിറ്റി എന്ന് പറയാം. വളരെ 2500-ഓളം ഏക്കർ വ്യാപിച്ചു കിടക്കുന്ന വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ക്യാമ്പസ് ഹൈദരാബാദ് യൂണിവേഴ്സിറ്റിയിലുണ്ട്. അതുപോലെ പൊളിറ്റിക്സ് ഉണ്ട്, മറ്റ് കോകരിക്കുലർ ആക്ടിവിറ്റീസ് ഒക്കെ നിങ്ങൾക്ക് അടിപൊളിയായിട്ട് കൊണ്ടുപോകാൻ പറ്റുന്ന ഒരു യൂണിവേഴ്സിറ്റിയാണ്. 2 കോഴ്സസ് ഉണ്ട്, MA എക്കണോമിക്സും MA ഫിനാൻഷ്യൽ എക്കണോമിക്സും. MA എക്കണോമിക്സ് സാധാ ജനറൽ എക്കണോമിക്സ് കോഴ്സാണ്. മറ്റേത് ഫിനാൻഷ്യൽ എക്കണോമിക്സ്, അതായത് ഫിനാൻഷ്യൽ എക്കണോമിക്സുമായിട്ട് ബന്ധപ്പെട്ട സബ്ജക്റ്റുകൾ നിങ്ങൾക്ക് അവിടെ കമ്പൽസറി ആയിട്ട് പഠിക്കാനുണ്ടാവും. അപ്പം നിങ്ങൾക്ക് അത് താല്പര്യം ഉണ്ടെങ്കിൽ, അതുപോലെ കുറച്ചും കൂടി കോർപ്പറേറ്റ് മേഖലയിലാണ് നിങ്ങൾ പോകാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ ഫിനാൻഷ്യൽ എക്കണോമിക്സ് ആയിരിക്കുന്നതായിരിക്കും കുറച്ചും കൂടി ബെറ്റർ. ഫിനാൻഷ്യൽ എക്കണോമിക്സിന്റെ കേസ് എന്താ വെച്ച് കഴിഞ്ഞാൽ, ജനറൽ ആണെങ്കിൽ നിങ്ങൾക്ക് ജനറൽ എക്കണോമിക്സ് എടുത്ത ഒരാൾക്ക് ഫിനാൻഷ്യൽ എക്കണോമിക്സുകാരുടെ ഓപ്ഷണൽ സബ്ജക്ട്സ് എടുക്കാൻ പറ്റും. പക്ഷെ ഫിനാൻഷ്യൽ എക്കണോമിക്സ് എടുത്ത ആൾക്കാർക്ക് ജനറൽ എക്കണോമിക്സിന്റെ ചില ഓപ്ഷൻസ് എടുക്കാൻ റെസ്ട്രിക്ഷൻസ് ഉണ്ട്. അപ്പോൾ അതും കൂടി നോക്കിയിട്ട് ചെയ്യാം. പിന്നെ ഫിനാൻഷ്യൽ എക്കണോമിക്സിന്റെ എലിജിബിലിറ്റിയിൽ അവർ +2 മാത്തമാറ്റിക്സ് പഠിച്ചിരിക്കണം എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അതും ഒന്ന് ശ്രദ്ധിക്കാം. അടുത്ത സെന്റർ ഫോർ ഡെവലപ്മെന്റ് സ്റ്റഡീസ്, CDS. കേരളത്തിൽ നിങ്ങൾ എക്കണോമിക്സ് പഠിക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഏറ്റവും ബെസ്റ്റ് ആയിട്ട് ഉള്ള ഇൻസ്റ്റിറ്റ്യൂട്ട് ആണ് CDS. JNU-ന്റെ സർട്ടിഫിക്കറ്റ് ആണ് നിങ്ങൾക്ക് CDS എന്ന് കിട്ടുക. അതുപോലെ MA അപ്ലൈഡ് എക്കണോമിക്സ് ആണ് കോഴ്സ്. ഈ ഒരു കോഴ്സ് നമ്മൾ നേരത്തെ JNU-ൽ പറഞ്ഞ MA എക്കണോമിക്സ് കോഴ്സിനോട് സിമിലർ ആയിട്ടുള്ള, സിലബസ് ഒക്കെ സിമിലർ ആയിട്ടുള്ള ഒരു കോഴ്സാണ്. വളരെ മികച്ചൊരു ഇൻസ്റ്റിറ്റ്യൂട്ടും കോഴ്സും തന്നെയാണ് CDS-ലെ MA അപ്ലൈഡ് എക്കണോമിക്സ്. CDS-നെ കുറിച്ച് കൂടുതൽ അടുത്ത സ്പീക്കർ നിങ്ങളോട് പറയുന്നതാണ്. നെക്സ്റ്റ് പോണ്ടിച്ചേരി യൂണിവേഴ്സിറ്റി, അഗെയിൻ സൗത്ത് ഇന്ത്യയിലാണ്. അത്യാവശ്യം നല്ലൊരു യൂണിവേഴ്സിറ്റിയാണ്. കഴിഞ്ഞ റാങ്കിങ്ങിലൊക്കെ പിന്നെ ചില റാങ്കൊക്കെ താഴ്ത്ത് പോയിട്ടുണ്ടെങ്കിലും സ്റ്റിൽ നല്ലൊരു യൂണിവേഴ്സിറ്റി തന്നെയാണ് പോണ്ടിച്ചേരി യൂണിവേഴ്സിറ്റി. അവിടെ MA എക്കണോമിക്സ് പറയുന്ന ഒരു കോഴ്സാണുള്ളത്. അടുത്തത് ഡൽഹിയിലെ ഡോക്ടർ BR അംബേദ്കർ യൂണിവേഴ്സിറ്റി, അത്യാവശ്യം നല്ല യൂണിവേഴ്സിറ്റി തന്നെയാണ്. MA എക്കണോമിക്സ് ഒരു കോഴ്സാണ് അവിടെ ഉള്ളത്. നെക്സ്റ്റ് ബനാറസ് ഹിന്ദു യൂണിവേഴ്സിറ്റി, BHU UP-ലാണ്. നിലവിലെ ഏറ്റവും കൂടുതൽ ഫണ്ടൊക്കെ കിട്ടുന്ന കേന്ദ്ര സർക്കാരിന്റെ ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള യൂണിവേഴ്സിറ്റികൾ ഒന്നാണ് BHU. അവിടെ 2 കോഴ്സസ് ഉണ്ട്, MA എക്കണോമിക്സും MA എക്കണോമിക്സ് സ്പെഷ്യലൈസേഷൻ ഇൻ എനർജി എക്കണോമിക്സും. നെക്സ്റ്റ് ഡോക്ടർ BR അംബേദ്കർ സ്കൂൾ ഓഫ് എക്കണോമിക്സ് യൂണിവേഴ്സിറ്റി ബാംഗ്ലൂർ, ബേസ്. ഇത് കോർപ്പറേറ്റ് മേഖലയിൽ പോകാൻ
ഉദ്ദേശിക്കുന്ന ആൾക്കാർക്ക് മികച്ചൊരു ഓപ്ഷനാണ് ബേസ്. 2 കോഴ്സ് ഉണ്ട്, MSc ഫിനാൻഷ്യൽ എക്കണോമിക്സും MSc എക്കണോമിക്സും. നെക്സ്റ്റ് ഇന്ദിരാഗാന്ധി നാഷണൽ ട്രൈബൽ യൂണിവേഴ്സിറ്റി സ്ഥിതി ചെയ്യുന്നത് മധ്യപ്രദേശിലാണ്. അവിടെയും MA എക്കണോമിക്സ് എന്ന് പറയുന്ന ഒരു കോഴ്സാണുള്ളത്. നെക്സ്റ്റ് കേരളത്തിലെ സെൻട്രൽ യൂണിവേഴ്സിറ്റി ഓഫ് കേരള, ഇത് സ്ഥിതി ചെയ്യുന്നത് കാസർഗോഡാണ്. അവിടെയും ഒരു കോഴ്സാണുള്ളത് MA എക്കണോമിക്സ്. ഇത് കൂടാതെ സെൻട്രൽ യൂണിവേഴ്സിറ്റീസ് ഓഫ് പഞ്ചാബ്, കർണാടക ആൻഡ് തമിഴ്നാട്, ഇതും അത്യാവശ്യം നല്ല യൂണിവേഴ്സിറ്റികളാണ്. ഇതിന് പുറമെ ഓരോ സ്റ്റേറ്റിനും അവരുടെ പേരിൽ സെപ്പറേറ്റ് യൂണിവേഴ്സിറ്റീസ് ഉണ്ട്. അപ്പം ഏറ്റവും പ്രധാനപ്പെട്ട ഏറ്റവും നല്ലതെന്ന് എനിക്ക് തോന്നിയ യൂണിവേഴ്സിറ്റീസിന്റെ പേരാണ് ഞാൻ ഇവിടെ മെൻഷൻ ചെയ്തിട്ടുള്ളത്. നെക്സ്റ്റ് ഗോഖലെ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് പൊളിറ്റിക്സ് ആൻഡ് എക്കണോമിക്സ്. ശ്രദ്ധിക്കുക, ഇതൊരു പബ്ലിക് സെൻട്രൽ യൂണിവേഴ്സിറ്റി അല്ല, ഒരു ഡീംഡ് യൂണിവേഴ്സിറ്റി ആണ്. അതുകൊണ്ട് തന്നെ അത്യാവശ്യം ഫീ വരുന്നുണ്ട് ഗോഖലെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ. ഏകദേശം 8ഓളം കോഴ്സസ് ഗോഖല ഇൻസ്റ്റിറ്റ്യൂട്ടിൽ വരുന്നുണ്ട്. അപ്പോൾ MSc എക്കണോമിക്സ്, MA എക്കണോമിക്സ്, അഗ്രി ബിസിനസ് എക്കണോമിക്സ്, ഫിനാൻഷ്യൽ എക്കണോമിക്സ്, ഇന്റർനാഷണൽ ബിസിനസ് എക്കണോമിക്സ് ആൻഡ് ഫിനാൻസ്, പോപ്പുലേഷൻ സ്റ്റഡീസ് ആൻഡ് ഹെൽത്ത് എക്കണോമിക്സ്, പബ്ലിക് പോളിസി, ജിയോ പൊളിറ്റിക്സ് ആൻഡ് ജിയോ എക്കണോമിക്സ്. ഇതിൽ അവസാനത്തെ 2 കോഴ്സ് ന്യൂലി ഇൻട്രൊഡ്യൂസ്ഡ് ആണ്, പബ്ലിക് പോളിസിയും ജിയോ പൊളിറ്റിക്സ് ആൻഡ് ജിയോ എക്കണോമിക്സും. അപ്പോൾ നിങ്ങൾക്ക് ഏത് മേഖലയിലാണോ നിങ്ങൾക്ക് താല്പര്യം ഉള്ളത് അതിനനുസരിച്ച് കോഴ്സ് സെലക്ട് ചെയ്യാം. നെക്സ്റ്റ് കഴിഞ്ഞ വർഷത്തെ CUET 2024 ഷെഡ്യൂളാണ്. ഏകദേശം നിങ്ങൾക്ക് ആ ഒരു ഡേറ്റ് കിട്ടാൻ വേണ്ടിയിട്ട്, ഒരു റെഫറൻസ് പോയിന്റ് ആയിട്ട് എടുക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ സ്ലൈഡിൽ ഇട്ടത്. കഴിഞ്ഞ വർഷം ഡിസംബർ 26 ഇതിന്റെ ഒരു ഓൺലൈൻ സബ്മിഷൻ, ഓൺലൈൻ പോർട്ടൽ ഓപ്പൺ ആയിട്ടുള്ളത്. ജനുവരി 24 വരെ ഓൺലൈനിൽ അപ്ലൈ ചെയ്യാൻ സമയം ഉണ്ടായിരുന്നു. അതിനുശേഷം ഫീസ് നോക്കുന്ന സമയത്ത് അപ് ടു 2 ടെസ്റ്റ് പേപ്പർ ബേസിക് ഫീ ആണ് വരുന്നത്. അതായത് ജനറലിന് 1200, OBC-ക്കാർക്ക് 1000, SC ST തേർഡ് ജനറൽ 900, PWക്കാർക്ക് 800. ഇങ്ങനെയാണ് അപ് ടു 2 ടെസ്റ്റ് പേപ്പറിന്റെ ഫീ വരുന്നത്. ഇതിന് പുറമെ നിങ്ങൾക്ക് അഡീഷണൽ ടെസ്റ്റ് പേപ്പർ എഴുതാൻ വേണ്ടിയിട്ട് ഓരോ ടെസ്റ്റ് പേപ്പറിനും സെപ്പറേറ്റ് ഫീ കൊടുക്കണം. അത് കാറ്റഗറി വൈസ് ഡിഫറെന്റ് ഉണ്ട്. ജനറലുകാർക്ക് 600 ആണ് വരുന്നത്, OBC 500, ബാക്കി കാറ്റഗറികൾക്ക് 500, ഇങ്ങനെയാണ് വരുന്നത്. നെക്സ്റ്റ് കഴിഞ്ഞ വർഷത്തെ CUET ഒരു ഷെഡ്യൂളാണ്. ഓൺലൈൻ ആപ്ലിക്കേഷൻ വന്നു കഴിഞ്ഞാൽ അതിന്റെ സമയം കഴിഞ്ഞ് കഴിഞ്ഞാൽ അവരുടെ കറക്ഷൻ വിൻഡോ ഓപ്പൺ ചെയ്യും. അത് ഏകദേശം 2 ദിവസം ഉണ്ടാവും. നിങ്ങൾ എന്തെങ്കിലും മിസ്റ്റേക്ക് ഓൺലൈൻ ആപ്ലിക്കേഷനിൽ വരുത്തിയിട്ടുണ്ടെങ്കിൽ കറക്ഷൻ വിൻഡോയിൽ കറക്റ്റ് ചെയ്യുക എന്നുള്ളതാണ്. നെക്സ്റ്റ് അഡ്വാൻസ് സിറ്റി ഇന്റിമേഷൻ. അപ്പോൾ നിങ്ങൾ അപ്ലൈ ചെയ്തതിന്റെ ഇതിൽ നിങ്ങൾക്ക് ഏത് സിറ്റിയിലാണോ എക്സാം സെന്റർ വരിക എന്നുള്ളതിന്റെ ഒരു അഡ്വാൻസ് സിറ്റി ഇന്റിമേഷൻ ആണ്. ആ ഒരു സിറ്റി നിങ്ങൾക്ക് കാണാൻ പറ്റും. അതിനുശേഷം അഡ്മിറ്റ് കാർഡ് വരും. കഴിഞ്ഞ വർഷത്തെ അഡ്മിറ്റ് കാർഡ് വന്നത് മാർച്ച് 7 അഡ്മിറ്റ് കാർഡ് വരുന്ന സമയത്ത് എക്സാക്ട്ലി നിങ്ങളുടെ സെന്റർ എവിടെയാണെന്ന് നിങ്ങൾക്ക് കാണാൻ പറ്റുള്ളൂ. അതിനുശേഷം എക്സാം നടന്നത് മാർച്ച് 11 മുതൽ 28 വരെയാണ്. അതായത് മൾട്ടിപ്പിൾ ഡേയ്സിൽ മൾട്ടിപ്പിൾ ഷിഫ്റ്റുകളിലായിട്ടാണ് എക്സാം നടക്കുക. നെക്സ്റ്റ് ആൻസർ കീ ചാലഞ്ച് ആണ്. അതായത് NT ആദ്യം പബ്ലിഷ് ചെയ്യുന്ന പ്രൊവിഷണൽ ആൻസർ കീയിൽ നിങ്ങൾക്ക് എന്തെങ്കിലും പ്രശ്നങ്ങൾ തോന്നിക്കഴിഞ്ഞാൽ അതിനെ ചാലഞ്ച് ചെയ്യാൻ പറ്റും. അതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു ചാലഞ്ച് വിൻഡോ വരുന്നത്. നെക്സ്റ്റ് ഡ്യൂറേഷൻ ഓഫ് എക്സാം കഴിഞ്ഞ വർഷം 105 മിനിറ്റ് ആയിരുന്നു. പക്ഷെ ഈ വർഷം 90 മിനിറ്റിലേക്ക് ചുരുക്കാനാണ് സാധ്യത. ദെൻ ഹൗ ടു ക്രാക്ക് CUET. CUET എങ്ങനെ ക്രാക്ക് ചെയ്യാം? ഈ ബേസിക്കലി നമ്മൾ ആദ്യം മനസ്സിലാക്കുന്നത് വെച്ചാൽ ഇതൊരു കോമ്പറ്റീറ്റീവ് എക്സാം ആണ്. നിങ്ങൾ ഇതുവരെ യൂണിവേഴ്സിറ്റി ലെവലിൽ എഴുതിയിട്ടുള്ള എക്സാം അല്ല. ഇതൊരു കോമ്പറ്റീറ്റീവ് മൾട്ടിപ്പിൾ ചോയ്സ് എക്സാം ആണ്. അപ്പോൾ അതിന് നിങ്ങൾക്ക് സബ്ജക്ട് നോളജ് ഡീപ്പായിട്ട് ഉണ്ടാവണം. അതിന് പുറമെ കോൺസെപ്റ്റുകൾ ക്ലിയർ ആയിട്ട്, അത് വളരെ ക്ലിയർ ആയിട്ട്, എന്താണ് ഇതെങ്ങനെയാണ് വരുന്നത്, ഇത് എന്തുകൊണ്ട് ഇങ്ങനെ ആയി എന്നുള്ള കാര്യങ്ങൾ, അതായത് വളരെ ഡീപ്പായിട്ട് ആ ഒരു കോൺസെപ്റ്റിനെ കുറിച്ച് അറിഞ്ഞിരിക്കണം. എന്നാലേ നിങ്ങൾക്ക് CUET ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്യാൻ പറ്റുള്ളൂ. ആദ്യത്തെ കാര്യം സിലബസ് തന്നെയാണ്. സിലബസ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. അതുകൊണ്ടാണ് ഞാൻ സിലബസ് കംപ്ലീറ്റ് വായിച്ചത്. ഈ ഒരു സിലബസ് നിങ്ങൾക്ക് CUET സൈറ്റിൽ ഡൗൺലോഡ് ചെയ്തെടുക്കാൻ പറ്റും. സിലബസിൽ കാര്യമായിട്ടുള്ള വ്യത്യാസങ്ങൾ വരാറില്ല. അപ്പൊ കഴിഞ്ഞ വർഷത്തിൽ സിലബസ് തന്നെ ആയിരിക്കും ഈ വർഷം ഉണ്ടാവുക. അപ്പൊ നിങ്ങൾ ആദ്യം ചെയ്യേണ്ടതെന്ന് വെച്ചാൽ പ്രിപ്പറേഷന്റെ ആദ്യത്തെ സ്റ്റെപ്പായിട്ട് സിലബസ് ഡൗൺലോഡ് ചെയ്യുക. സിലബസ് ഡൗൺലോഡ് ചെയ്തിട്ട് ഒരു പ്രിന്റ് തന്നെ എടുക്കുക. എന്നിട്ട് സിലബസ് വായിച്ചു നോക്കുക. ആ ഒരു സിലബസിൽ നിങ്ങൾ ഏതൊക്കെ ഏരിയാസ് നിങ്ങൾക്ക് അറിയാം, ഏതൊക്കെ അറിയില്ല എന്ന് ആദ്യം മനസ്സിലാക്കുക. എന്നിട്ട് അറിയാത്ത മേഖലകളിൽ അറിയാത്ത ടോപ്പിക്സ് അത് നിങ്ങൾ സെപ്പറേറ്റ് പഠിച്ചെടുക്കുക. ഇനി ഏകദേശം 3 മാസത്തെ സമയമുണ്ട്. നോട്ടിഫിക്കേഷൻ ഇതുവരെ വന്നിട്ടില്ല. ഡിസംബർ ലാസ്റ്റ് അല്ലെങ്കിൽ ജനുവരിയിലൊക്കെയാണ് എക്സ്പെക്ട് ചെയ്യുന്നത്. അപ്പോൾ എന്തായാലും 3 മാസം സമയമുണ്ട്. നിങ്ങൾ ചെയ്യേണ്ടത് വെച്ചാൽ ചില ടോപ്പിക്സ് നിങ്ങൾ അധിക ടോപ്പിക്സ് നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. ഒരു 80-85% ടോപ്പിക്സ് വരെ നിങ്ങൾ യൂണിവേഴ്സിറ്റി ലെവലിൽ പഠിച്ചിട്ടുണ്ടാവും, ഡിഗ്രി ലെവലിൽ പഠിച്ചിട്ടുണ്ടാവും. പക്ഷെ അതിന് പുറമെ ചില ടോപ്പിക്സും വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അത് നിങ്ങൾ സെപ്പറേറ്റ് എഫേർട്ട് ഇട്ടിട്ട് പഠിക്കുക. അടുത്തത് ക്ലിയർ അണ്ടർസ്റ്റാൻഡിങ് ഓഫ് കോൺസെപ്റ്റ്സ് ആണ്. ഞാൻ പറഞ്ഞു നിങ്ങൾ ഡിഗ്രി ലെവലിൽ എഴുതുന്ന സെം എക്സാം പോലെയല്ല CUET 4 ഓപ്ഷൻസ് ഉണ്ടാവും. അതിൽ ഒരു ഓപ്ഷൻ മാത്രമാണ് കറക്റ്റ് ആയിട്ട് ഉണ്ടാവുക. അപ്പൊ അത് നിങ്ങൾ തിരഞ്ഞെടുത്ത് എഴുതാണ് വേണ്ടത്. അപ്പൊ അത് നിങ്ങൾക്ക് ചെയ്യണം എന്നുണ്ടെങ്കിൽ
ക്ലിയർ അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടാവണം. ഓരോ കോൺസെപ്റ്റുകളും ക്ലിയർ ആയിട്ടുള്ള നോളജ് അതിനെ കുറിച്ച് ഉണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് അത് അറ്റൻഡ് ചെയ്യാൻ പറ്റുള്ളൂ. നെക്സ്റ്റ് PYQs ആൻഡ് മോക്ക് ടെസ്റ്റ് ആണ്. PYQs കഴിഞ്ഞൊരു 2-3-4 വർഷത്തെ PYQs എടുക്കുക, അത് സോൾവ് ചെയ്യാൻ ശ്രമിക്കുക. ആദ്യം നിങ്ങൾക്ക് എല്ലാ ക്വസ്റ്റ്യൻസും അറ്റൻഡ് ചെയ്യാൻ പറ്റിക്കൊള്ളുന്നില്ല. ആ ഒരു ക്വസ്റ്റ്യന്റെ പാറ്റേൺ നിങ്ങൾ മനസ്സിലാക്കുക, അതിനനുസരിച്ച് നിങ്ങളെ പ്രിപ്പറേഷൻ മുന്നോട്ട് കൊണ്ടുപോകുക. PYQs മോക്ക് ടെസ്റ്റും ചെയ്ത മറ്റൊരു പ്രധാനപ്പെട്ട ഉപയോഗം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ടൈം മാനേജ്മെന്റ് ആണ്. ഇതൊരു മൾട്ടിപ്പിൾ ചോയ്സ് എക്സാം ആണ്. ഇത്ര സമയത്തിനുള്ളിൽ നിങ്ങൾ ഇത് എഴുതി തീർക്കണം. നിങ്ങൾക്ക് ഇപ്പൊ എല്ലാ ക്വസ്റ്റ്യൻസും അറിയെങ്കിലും ഈ ഒരു സമയത്തിൽ നിങ്ങൾ ക്വസ്റ്റ്യൻസ് വായിച്ച് നിങ്ങൾക്ക് ആ ഒരു മനസ്സിലാക്കാൻ സമയം കിട്ടിയില്ലെങ്കിൽ അതിൽ പിന്നെ കാര്യമല്ല. അപ്പം കറക്റ്റ് ആയിട്ടുള്ള ടൈം മാനേജ് ചെയ്യാൻ വേണ്ടിയിട്ട് മോക്ക് ടെസ്റ്റുകൾ ഒരുപാട് ചെയ്യുക, അത് നിങ്ങളെ സഹായിക്കും. അടുത്തത് കൺസിസ്റ്റൻസി ആണ്. ഇനി ഏകദേശം 3 മാസം സമയമുണ്ട്. അപ്പോൾ നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ സിലബസ് ആദ്യമായിട്ട് മുഴുവൻ കംപ്ലീറ്റ് ചെയ്യുക. സിലബസ് ഫസ്റ്റ് ടോപ്പിക് മുതൽ അവസാനത്തെ ടോപ്പിക് വരെ എല്ലാ ടോപ്പിക്സും നിങ്ങൾ ക്ലിയർ ആണെന്ന് ഉറപ്പുവരുത്തുക. അതിനുശേഷം നിങ്ങൾ PYQs ചെയ്യുക, മോക്ക് ടെസ്റ്റുകൾ ചെയ്യുക. പിന്നെ റിവിഷൻ വളരെ ഇമ്പോർട്ടന്റ് ആണ്. നിങ്ങൾ എക്സാമിന്റെ ഒരു ആഴ്ച മുന്നേ എങ്കിലും റിവിഷന് വേണ്ടി മാറ്റി വെക്കുക. അത് നിങ്ങൾ ഇത്രയും കാലം പഠിച്ച കാര്യങ്ങൾ എക്സാമിന് അത് നല്ല രീതിയിൽ എഴുതണം എന്നുണ്ടെങ്കിൽ റിവൈസ് ചെയ്യാൻ വളരെ ഇമ്പോർട്ടന്റ് ആണ്. അപ്പം അത് കൺസിസ്റ്റന്റ് ആയിട്ട് അങ്ങനെ ആ ഒരു രീതിയിൽ പ്രിപ്പറേഷൻ മുന്നോട്ട് കൊണ്ടുപോകാം. ഇത്രയും കാര്യങ്ങളാണ് ബേസിക് ആയിട്ട് CUET-നെ കുറിച്ച് പറയാനുള്ളത്. അപ്പോൾ ഡൗട്ട്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ ഇടാം, അല്ലെങ്കിൽ സെഷന്റെ അവസാനം എനിക്ക് നേരിട്ട് ചോദിക്കാവുന്നതാണ്. അപ്പോൾ ഇത്രയാണ് എൻ്റെ ഒരു പാർട്ട് ഉള്ളത്. ഓക്കെ, താങ്ക് യു. ഓക്കെ, താങ്ക് യു സാർ. അപ്പോൾ നമ്മൾ അടുത്ത സെഷനിലേക്ക് കിടക്കുകയാണ്. നിങ്ങൾക്ക് ഡൗട്ടിനുള്ള എല്ലാ തരത്തിലുള്ള നിങ്ങളുടെ ഡൗട്ടുകളൊക്കെ നമുക്ക് അവസാനം നിങ്ങൾക്ക് സെഷന്റെ അവസാനം ചോദിക്കാം. കമന്റ് ബോക്സിൽ ഇപ്പം തന്നെ ഡൗട്ട് ചോദിച്ചോളൂ, അവസാനം നമ്മൾ അത് ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. അപ്പോ അടുത്തത് നമുക്ക് അനഘ മാം ആണുള്ളത്. മാം നിലവിൽ CDSയിലാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. സോ മാം. ഹായ്, ഹലോ എവരിവൺ. എൻ്റെ പേര് അനഘ. ഞാൻ UG ചെയ്തത് ഗോഖലെ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് പൊളിറ്റിക്സ് ആൻഡ് എക്കണോമിക്സ് നിന്നാണ്. ഇപ്പോൾ MA ഫസ്റ്റ് ഇയർ സ്റ്റുഡൻ്റ് ആണ് സെന്റർ ഫോർ ഡെവലപ്മെന്റ് സ്റ്റഡീസിൽ. ഓഡിബിൾ ആണല്ലോ? വോയിസ് ക്ലിയർ ആണ്? അതെ മാം, ഓഡിബിൾ ആണ്. സ്ലൈഡ് വിസിബിൾ ആണോ? അതെ, വിസിബിൾ ആണ് മാം. അപ്പൊ നമ്മൾ ഫസ്റ്റ് സെഷനിൽ CUET എക്സാമിനെ പറ്റിയും സിലബസ് പാറ്റേൺ അങ്ങനത്തെ കാര്യങ്ങളാണ് ഡിസ്കസ് ചെയ്തത്. ഇനി നമുക്ക് നിങ്ങൾ എന്തുകൊണ്ട് സെൻട്രൽ യൂണിവേഴ്സിറ്റി ചൂസ് ചെയ്യണം, അതേപോലെ തന്നെ സ്റ്റേറ്റ് ആൻഡ് സെൻട്രൽ യൂണിവേഴ്സിറ്റി തമ്മിലുള്ള ഡിഫറൻസ്, പിന്നെ മോസ്റ്റ് ഇമ്പോർട്ടൻ്റ്ലി MA എക്കണോമിക്സിന് ശേഷം നമുക്കുള്ള ജോബ് ഓപ്പർച്യൂണിറ്റീസ് എന്തൊക്കെയാണ്, ഏതൊക്കെ ഫീൽഡ്സ് ആണ് നമുക്ക് തിരഞ്ഞെടുക്കാവുന്നത്, ഈ 3 കാര്യങ്ങളായിരിക്കും നമ്മൾ മെയിൻ ആയിട്ട് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഇപ്പൊ സെൻട്രൽ യൂണിവേഴ്സിറ്റിയുടെ പ്രധാനപ്പെട്ട പറയേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ റാങ്കിങ് തന്നെയാണ്. നമ്മളിപ്പോ NIRF റാങ്കിങ് ഒക്കെ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ ടോപ്പ് 100 അല്ലെങ്കിൽ ടോപ്പ് 50 വരുന്നത് മിക്കതും സെൻട്രൽ യൂണിവേഴ്സിറ്റീസ് ആണ്. ഇപ്പം JNU, ഡൽഹി യൂണിവേഴ്സിറ്റി, അങ്ങനെ ടോപ്പ് യൂണിവേഴ്സിറ്റീസ് വരുന്നത് മിക്കതും സെൻട്രൽ യൂണിവേഴ്സിറ്റീസ് ആണ് കമ്പയർഡ് ടു സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റീസ്. പിന്നെയുള്ള ഇമ്പോർട്ടൻറ്റ് കാര്യം എന്ന് പറയുന്നത് അക്കാഡമിക്സ് അപ്പാർട്ട് ഫ്രം ദാറ്റ് നമുക്ക് കിട്ടുന്ന പിയർ ഗ്രൂപ്പ് ആൻഡ് നമുക്ക് കിട്ടുന്ന എക്സ്പോഷർ അത് വളരെ ഡിഫറെന്റ് ആയിരിക്കും. കാരണം സെൻട്രൽ യൂണിവേഴ്സിറ്റിയിൽ വേറെ സ്റ്റേറ്റിൽ നിന്നുള്ള കുട്ടികളെ അട്രാക്ട് ചെയ്യും, അതേപോലെ തന്നെ കൂടുതൽ ഇന്റർനാഷണൽ സ്റ്റുഡൻസും ഓപ്റ്റ് ചെയ്യുന്നത് സെൻട്രൽ യൂണിവേഴ്സിറ്റീസ് ആണ്. അപ്പൊ നമുക്ക് കിട്ടുന്ന പിയർ ഗ്രൂപ്പും അപ്പൊ അതിൽ നിന്ന് തന്നെ ഇപ്പൊ ഒരു എന്തെങ്കിലും ഒരു ഡിസ്കഷൻ വരുവാണെങ്കിൽ തന്നെ നമുക്ക് കിട്ടുന്ന വ്യൂസും അവരുടെ വ്യൂ പോയിന്റ് അറിയാൻ പറ്റുന്നതും അങ്ങനെ ഓവറോൾ കിട്ടുന്ന എക്സ്പോഷർ വളരെ വലുതായിരിക്കും. അപ്പൊ അത് ഒരുപാട് കാര്യങ്ങൾ അക്കാഡമിക്കലി മാത്രമല്ല നമുക്ക് ലൈഫിൽ ഉള്ള കമ്മ്യൂണിക്കേഷൻ, അതേപോലെ തന്നെ നമ്മുടെ സബ്ജക്ട് റിലേറ്റഡ് അല്ലായിട്ടുള്ള വൈഡ് ആയിട്ടുള്ള കോൺസെപ്റ്റ്സിൽ നമ്മുടെ അണ്ടർസ്റ്റാൻഡിങ് എല്ലാത്തിലും നമ്മളെ ഹെൽപ്പ് ചെയ്യാൻ സഹായിക്കും. പിന്നെയുള്ളത് ഫെസിലിറ്റീസ്, ലൈബ്രറീസ്. മിക്ക സെൻട്രൽ യൂണിവേഴ്സിറ്റീസിന്റെ ലൈബ്രറീസും ഒരുപാട് റിസോഴ്സസ് ഉണ്ടാവും. ബുക്സ് മാത്രമല്ല, ഡിജിറ്റൽ റിസോഴ്സസ്, ഓൺലൈൻ റിസോഴ്സസ്, അവർക്ക് സബ്സ്ക്രിപ്ഷൻ ഉള്ള ജേർണൽസ്, അതേപോലെ ഡേറ്റാബേസസ് ഒരുപാട് ഉണ്ടാവും. അപ്പൊ നമുക്ക് ഇതില് ഏതെങ്കിലും ഒരു റിസർച്ച്
പ്രൊജക്ട് ചെയ്യുകയാണെങ്കിലോ അല്ലെങ്കിൽ തന്നെ നമ്മുടെ ഫൈനൽ ഇയർ തീസിസ് അണ്ടർഗോ ചെയ്യുമ്പോഴും ഇത്രയും ആക്സസ് ടു റിസോഴ്സസ് നമ്മളെ ഒരുപാട് ഹെൽപ്പ് ചെയ്യും. അതായത് ഡേറ്റാബേസിനോടുള്ള ആക്സസ് കൂടുതലാണെങ്കിൽ നമുക്ക് ആ സ്റ്റഡി കണ്ടക്ട് ചെയ്യാൻ നമ്മൾ അത് ഒരുപാട് ഹെൽപ്പ് ചെയ്യും. അതേപോലെ തന്നെ 24/7 മിക്ക സെൻട്രൽ യൂണിവേഴ്സിറ്റി, മെജോറിറ്റി ഓഫ് സെൻട്രൽ യൂണിവേഴ്സിറ്റി ഹൈദരാബാദ് ആണെങ്കിലും പോണ്ടിച്ചേരി ആണെങ്കിലും 24/7 നമുക്ക് ലൈബ്രറി ആക്സസ് ചെയ്യാൻ പറ്റും. അപ്പൊ അങ്ങനെയുള്ള വിധത്തിൽ അത് കൂടാതെ ബാക്കിയുള്ള ഫെസിലിറ്റീസും എല്ലാം സെൻട്രൽ യൂണിവേഴ്സിറ്റിയിൽ വളരെ നല്ലതായിരിക്കും. പിന്നെ അതേപോലെ തന്നെ ഇന്റർ ഡിസിപ്ലിനറി എക്സ്പോഷർ, കൂടുതൽ ഡിസിപ്ലിൻസ് ഉണ്ടാവും സെൻട്രൽ യൂണിവേഴ്സിറ്റി കമ്പയർ ടു സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റി. ഒരുപാട് ഡിസിപ്ലിൻസ് ഉണ്ടാവും. അപ്പൊ അതിൽ തന്നെ ആ യൂണിവേഴ്സിറ്റിയുടെ അകം വരുന്ന ഡിബേറ്റ്സ്, കോമ്പറ്റീഷൻ ആണെങ്കിലും എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസ് ആണെങ്കിലും അങ്ങനെ കിട്ടുന്ന എക്സ്പോഷർ നമ്മുടെ സബ്ജക്റ്റിൽ മാത്രം ഒതുങ്ങി നിൽക്കാതെ ബാക്കി എല്ലാ വൈഡർ ഒരു പെർസ്പെക്റ്റീവിൽ നിന്ന് നമുക്ക് കാര്യങ്ങൾ കാണാൻ പറ്റും. പിന്നെയുള്ളത് അഫോർഡബിലിറ്റി ആണ്. നമ്മൾ വേറെ പ്രൈവറ്റ് യൂണിവേഴ്സിറ്റീസ് അല്ലെങ്കിൽ ഡീംഡ് ടു ബി യൂണിവേഴ്സിറ്റീസ് വെച്ച് കമ്പയർ ചെയ്യുമ്പോഴത്തേനും വളരെ അഫോർഡബിൾ ആണ്, ഫീസ് കുറവാണ്. പിന്നെ നമ്മൾ ഈ രജിസ്റ്റർ ചെയ്യുമ്പോഴത്തേനും നമ്മൾ എക്സാം കഴിഞ്ഞ് രജിസ്റ്റർ ചെയ്യുമ്പോൾ ഒരു ഫീസ് കൊടുക്കണം, ഓരോ യൂണിവേഴ്സിറ്റി സെപ്പറേറ്റ് ആയിട്ട്. അപ്പൊ അതിലും മിക്ക സെൻട്രൽ യൂണിവേഴ്സിറ്റീസിന്റെ ഫീസും വളരെ നോമിനൽ ആയിട്ടുള്ള ഒരു ഫീസാണ് അവർ ചാർജ് ചെയ്യുന്നത്. ഇതേ പോയിന്റ്സ് വെച്ച് തന്നെ നമുക്ക് അതിന്റെ ഡിഫറൻസ് നോക്കാം. ഇവിടെ മെയിൻ ആയിട്ട് സ്റ്റേറ്റ് ആൻഡ് സെൻട്രൽ യൂണിവേഴ്സിറ്റി എസ്റ്റാബ്ലിഷ് ചെയ്തേക്കുന്ന ലെജിസ്ലേഷൻ അതൊക്കെ ഡിഫറെന്റ് ആണ്. പക്ഷെ നമ്മൾ മെയിൻ ആയിട്ട് ഫോക്കസ് ചെയ്യുന്നത് അക്കാഡമിക്കലി ഫീസ് എത്രയാണ്, റാങ്കിങ്, അങ്ങനെയുള്ള കുറച്ച് പാരാമീറ്റേഴ്സിന്റെ ബേസിലായിരിക്കും നമ്മൾ കമ്പയർ ചെയ്യുന്നത്. സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റി ഒബ്വിയസ്ലി ഫീസ് കുറവായിരിക്കും, കാരണം ആ ഡൊമിസൈലിൽ നിന്നുള്ള കുട്ടികളെ അട്രാക്ട് ചെയ്യും. അതുപോലെ തന്നെ സബ്സിഡൈസ്ഡ് എഡ്യൂക്കേഷൻ ആയിരിക്കും, ഫീസ് കുറവായിരിക്കും കമ്പയർ ടു സെൻട്രൽ യൂണിവേഴ്സിറ്റി. പക്ഷെ അതേപോലെ തന്നെ ഫണ്ടിങ്ങും ഡിഫറൻസ് ഉണ്ടാവും. സെൻട്രൽ യൂണിവേഴ്സിറ്റി സെൻട്രൽ ഗവൺമെന്റ് ഫണ്ട് ആയതുകൊണ്ട് തന്നെ ഒരുപാട് ഫണ്ടിങ് കിട്ടും. അതുകൊണ്ട് തന്നെ അതിന്റെ ഫെസിലിറ്റീസ്, അവിടുന്ന് നമുക്ക് കിട്ടുന്ന ഫെസിലിറ്റീസും ഡിഫറെന്റ് ആയിരിക്കും. അതൊക്കെ തന്നെയാണ് ഈ റാങ്കിങ്ങിലും നമുക്ക് റിഫ്ലക്റ്റ് ആവുന്നത്. ഞാൻ 2 സ്ക്രീൻഷോട്ട്സ് അറ്റാച്ച് ചെയ്തിട്ടുണ്ട് ഇവിടെ. അപ്പൊ അതിൽ നമുക്ക് നോക്കിയാൽ ടോപ്പ് 100 യൂണിവേഴ്സിറ്റീസ് ആണ്, 50 റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂഷൻസും ഉണ്ട്. അപ്പൊ അതിൽ ടോപ്പ് ചെയ്തിരിക്കുന്നത് ഹയർ വരുന്നതിലൊക്കെ സെൻട്രൽ യൂണിവേഴ്സിറ്റീസിന്റെ നെയിംസ് നമുക്ക് കാണാൻ പറ്റും. ഇതേ തന്നെ നമുക്ക് NIRF ഡോക്യുമെന്റ് നിങ്ങൾ എടുത്തു നോക്കിയാൽ അതിൽ റിസർച്ചിനെ പറ്റിയിട്ട് റിസർച്ച് ഒരു പാരാമീറ്റർ ആക്കി വെച്ചിട്ട് കമ്പാരിസൺ വരുന്നുണ്ട്. അപ്പൊ അതായത് ഈ യൂണിവേഴ്സിറ്റീസിന്റെ പബ്ലിക്കേഷൻസ്, സൈറ്റേഷൻസ്, അങ്ങനെയുള്ള കുറച്ച് പാരാമീറ്റേഴ്സ് അങ്ങനെ വെച്ച് നോക്കുമ്പോൾ സെൻട്രൽ യൂണിവേഴ്സിറ്റീസ് ഒരുപാട് മുന്നിലാണെന്ന് നമുക്ക് കാണാൻ പറ്റും. പിന്നെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പോയിന്റ് എന്ന് പറയുന്നത് സ്റ്റുഡന്റ് ടീച്ചർ റേഷ്യോ ആണ്. സോ നമ്മുടെ സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റീസിൽ ഇത് 25:1 ആണ്. അതായത് 25 സ്റ്റുഡൻസിന് 1 ടീച്ചർ, അങ്ങനെ ഒരു റേഷ്യോ ആണ് ഒരു ആവറേജ് വരുന്നത്. ഇതിന്റെ സോഴ്സ് ഹയർ സെക്കൻഡറി എഡ്യൂക്കേഷൻ സർവേയിൽ നിന്നാണ്. പിന്നെ സെൻട്രൽ യൂണിവേഴ്സിറ്റി മാൻഡേറ്റഡ് ആയിട്ടുള്ള റേഷ്യോ എന്ന് പറയുന്നത് 15:1 ആണ്. അപ്പോൾ നമുക്കറിയാം PGയിലോട്ട് വരുമ്പോഴത്തേനും നമ്മുടെ ബാച്ച് സൈസ് മിക്ക സ്ഥലത്തും കുറവായിരിക്കും കമ്പയർ ടു UG. അത് നമ്മുടെ ലേണിങ്ങിനെ വളരെയധികം ഹെൽപ്പ് ചെയ്യും. നമുക്ക് കൂടുതൽ ഇന്ററാക്ട് ചെയ്യാനും പ്രൊഫസേഴ്സുമായിട്ട് ഇന്ററാക്ട് ചെയ്യാനും ഡൗട്ട്സ് ക്ലിയർ ചെയ്യാനും ക്ലാസ് കഴിഞ്ഞിട്ടുള്ള ഫർദർ ഡിസ്കഷൻസ് കൊണ്ടുപോകാനും ബാച്ച് സൈസ് സ്മോൾ ബാച്ച് സൈസ് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. നമുക്ക് കൂടുതൽ ഇന്ററാക്ഷനും അറ്റൻഷനും കിട്ടുന്നതും ഇതിന് ഹെൽപ്പ് ചെയ്യും. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഫണ്ടിങ് ഉണ്ട് ആൻഡ് എക്സ്പോഷർ. ഈ സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റി കൂടുതലും അവിടെ ക്വോട്ടാസ് ഉള്ളത് കൊണ്ടും കൂടുതലും പ്രിഫർ ചെയ്യുന്നത് ആ ഡൊമിസൈലുള്ള കുട്ടികൾ തന്നെയായിരിക്കും, ആ സ്റ്റേറ്റിൽ നിന്നുള്ള കുട്ടികൾ തന്നെയായിരിക്കും. പിന്നെ അത് മാത്രമല്ല ഒരു നേഷൻ വൈഡ് ആയിട്ടുള്ള ടെസ്റ്റ് വഴിയല്ല അതിലോട്ടുള്ള സെലക്ഷൻ നടക്കുന്നത്. അതുകൊണ്ട് തന്നെ കോമ്പറ്റീഷൻ ലെവൽ ഡിഫറൻസ് വരും. അതിലോട്ട് സെലക്ട് ആവുന്ന കുട്ടികൾ അവരുടെ നമ്പർ ആൻഡ് ആ അക്കാഡമിക് ക്വാളിഫിക്കേഷൻ അങ്ങനത്തെ ലെവലിൽ ഡിഫറൻസ് വരും. അപ്പോൾ അതൊക്കെ ഈ എക്സ്പോഷറിനെ എഫക്ട് ചെയ്യുന്ന കാര്യങ്ങളാണ്. പിന്നെ മൂന്നാമത് പറയുന്ന കാര്യം കരിയർ ഓപ്പർച്യൂണിറ്റീസ് ആണ്. അതായത് MA എക്കണോമിക്സ് കോഴ്സിന് ശേഷം, അതായത് MA എക്കണോമിക്സ് അല്ലെങ്കിൽ MA അപ്ലൈഡ് എക്കണോമിക്സ് നിങ്ങൾ എടുക്കുന്ന കോഴ്സിന് ശേഷം നമുക്ക് ഉണ്ടാവുന്ന ജോബ് ഓപ്പർച്യൂണിറ്റീസ്, കിട്ടുന്ന ജോബ് ഓപ്പർച്യൂണിറ്റീസ് അല്ലെങ്കിൽ നമുക്ക് ഏതൊക്കെ ഫീൽഡ്സ് ഓപ്റ്റ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. മെയിൻ ആയിട്ട് ഞാനിത് 3ആയിട്ട് തിരിച്ചിട്ടുണ്ട്. വൈഡർ ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്, പക്ഷേ ഒരു കൺസൈസ് ആക്കാൻ വേണ്ടിയിട്ട് 3ആയിട്ട് തിരിച്ചിട്ടുണ്ട്. ഫസ്റ്റ് ഗവൺമെന്റ്, സെക്കൻഡ് കോർപ്പറേറ്റ് ആൻഡ് അക്കാഡമിക്. ഗവൺമെന്റ് എന്ന് പറയുമ്പം അതില് നമുക്ക് ഈ RBI ഗ്രേഡ് B പോസ്റ്റ് വരുന്നുണ്ട്. അതേപോലെ സെൻട്രൽ ഗവൺമെന്റ് മിനിസ്ട്രീസിൽ
റിസർച്ച് അനാലിസ്റ്റ് ആയിട്ടൊക്കെ ഒരുപാട് പോസ്റ്റുകൾ ഉണ്ട് എക്കണോമിക്സ് ഗ്രാജുവേറ്റ്സിനും എക്കണോമിക്സ് PG കഴിഞ്ഞ ആൾക്കാർക്കും. അതിൽ ഒരു എക്സാമ്പിൾ ആണ് നീതി ആയോഗിൽ പോളിസി അനലിസ്റ്റ്, എക്കണോമിസ്റ്റ് അങ്ങനെ പറഞ്ഞ കുറെ പോസ്റ്റുകൾ ഉണ്ട് നമുക്ക് അവൈൽ ചെയ്യാൻ പറ്റുന്നത്. അതുകൂടാണ്ട് മിനിസ്ട്രി ഓഫ് ഫൈനാൻസ് അല്ലാതെ അതുപോലത്തെ സെൻട്രൽ മിനിസ്ട്രീസിലും ഒരുപാട് പോസ്റ്റുകളുണ്ട്. അപ്പൊ ഇവിടെ വരുന്ന മെയിൻ ആയിട്ടുള്ള സംഭവം എന്ന് പറയുന്നത് കൂടുതലും പോളിസി ഇവാലുവേഷൻ അല്ലെങ്കിൽ പോളിസി മേക്കിംഗ്, ഒരു പോളിസിനെ പറ്റി എഴുതുക, അല്ലെങ്കിൽ ഗവൺമെന്റ് പെർഫോമൻസിനെ അല്ലെങ്കിൽ എക്കണോമിക് പെർഫോമൻസിനെ പറ്റി കോംപ്രിഹെൻസീവ് ആയിട്ടുള്ള റിസർച്ച് നടത്തി അതിനെപ്പറ്റി എഴുതുക. അതായിരിക്കും നമ്മുടെ മെയിൻ ജോലി മോട്ടീവ് എന്ന് പറയുന്നത് ഈ പോസ്റ്റിലൊക്കെ വരുമ്പം. പിന്നെയുള്ളത് പ്ലാനിംഗ് ബോർഡ്. അതായത് നമുക്ക് നീതി ആയോഗിന് വന്നതിന് ശേഷം പല സ്റ്റേറ്റ്സിലും പ്ലാനിംഗ് ബോർഡായിട്ട് ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ ഇല്ല. പക്ഷെ നമുക്ക് കേരള സ്റ്റേറ്റ് പ്ലാനിംഗ് ബോർഡ് ഉണ്ട്. അവിടെ എക്കണോമിക്സ് ഗ്രാജുവേറ്റ് ആൻഡ് എക്കണോമിക്സ് PG കഴിഞ്ഞ ആൾക്കാർക്ക് അവസരങ്ങളുണ്ട്. ഇവിടെ പ്ലാനിങ്ങിൽ വളരെ ഇമ്പോർട്ടന്റ് ആണ്. കാരണം നമ്മൾ എക്കണോമിക്സ് പഠിച്ചു തുടങ്ങുമ്പോഴേ നമ്മൾ പറയുന്ന കാര്യം എങ്ങനെയാണ് സ്കാർസ് റിസോഴ്സിനെ എഫിഷ്യന്റ് ആയിട്ട് അലോക്കേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പൊ പ്ലാനിംഗ് ബോർഡിലും എസെൻഷ്യലി നമ്മൾ ചെയ്യുന്നത് അങ്ങനെയൊരു ഒരു ബേസിക് കാര്യത്തിന് തുടങ്ങിയുള്ള കാര്യമാണ് നമ്മൾ പ്ലാനിംഗ് ബോർഡിലും ചെയ്യുന്നത്. അപ്പൊ ഈ പോളിസി ഇവാലുവേഷൻ, പ്ലാനിങ് അങ്ങനെയുള്ള ഇൻട്രസ്റ്റ് ഉള്ളവർക്കൊക്കെ ഒരുപാട് വൈഡർ ആയിട്ടുള്ള ഓപ്പർച്യൂണിറ്റീസ് ഗവൺമെന്റ് സെക്ടറിൽ തന്നെയുണ്ട്. ആൻഡ് ലാസ്റ്റ്ലി ആൻഡ് മോസ്റ്റ് ഇമ്പോർട്ടന്റ്ലി ഇന്ത്യൻ എക്കണോമിക് സർവീസ് വളരെ പ്രസ്റ്റീജിയസ് ആൻഡ് പ്രീമിയർ ആയിട്ടുള്ള ഒരു പോസ്റ്റ് ആണ്. ഇന്ത്യൻ എക്കണോമിക് സർവീസിൽ ഫോക്കസ് ചെയ്യുന്ന ആൾക്കാർക്ക് MA എക്കണോമിക്സ് കഴിഞ്ഞിട്ടേ നമുക്ക് അത് എഴുതാൻ പറ്റുള്ളൂ. MA എക്കണോമിക്സ് അല്ലെങ്കിൽ MA അപ്ലൈഡ് എക്കണോമിക്സ്, എക്കണോമെട്രിക്സ് അല്ലെങ്കിൽ ബിസിനസ് എക്കണോമിക്സ്, ഇതാണ് എലിജിബിലിറ്റി. ആൻഡ് 21 to 30 years അതാണ് ഏജ് ലിമിറ്റ്. അപ്പോൾ ഇത് കഴിഞ്ഞ് നമുക്ക് IAS എക്സാംസിന് അപ്പിയർ ചെയ്യാൻ പറ്റും. IAS എക്സാം ഫോക്കസ് ചെയ്യുന്ന ആൾക്കാർ നമ്മൾ MA പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ അതിന്റെ സിലബസ് ഒന്ന് ഫെമിലറൈസ് ചെയ്ത് ഏതൊക്കെ ടോപ്പിക്സ് ആണ് ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത് എന്ന് നോക്കുന്നത് നന്നായിരിക്കും. കാരണം IAS എക്സാമിന് ഡിസ്ക്രിപ്റ്റീവ് ആൻഡ് ഒബ്ജക്റ്റീവ് 2 പാർട്ട് ഉണ്ട്. അത് കൂടാണ്ട് ഒരു ഇന്റർവ്യൂ ഉണ്ട്. ഡിസ്ക്രിപ്റ്റീവ് ഒബ്ജക്റ്റീവ് റിട്ടൺ പാർട്ടിൽ 1000 മാർക്സും ഇന്റർവ്യൂവിന് 200 മാർക്സും, അങ്ങനെയാണ് അതിന്റെ അലൊക്കേഷൻ വരുന്നത്. അതിൽ നിങ്ങൾ സിലബസ് ജസ്റ്റ് ഒന്ന് ടൈപ്പ് ചെയ്ത് നോക്കിയാൽ കാണാൻ പറ്റും. കൂടുതലും സ്റ്റാറ്റിസ്റ്റിക്സ് ആൻഡ് എക്കണോമെട്രിക്സ് നല്ല കോംപ്രിഹെൻസീവ് വൈഡ് ആയിട്ട് കവർ ചെയ്തിട്ടുണ്ട്. അപ്പൊ നമ്മൾ സ്റ്റാറ്റിസ്റ്റിക്സ്, എക്കണോമെട്രിക്സ് ആ ഏരിയയിൽ നല്ലൊരു ഫേം ഗ്രിപ്പ് ഉണ്ടാക്കി എടുക്കണം MA ടൈമിൽ തന്നെ. അപ്പൊ അങ്ങനെ ചെയ്താൽ നമുക്ക് ഈ IAS എക്സാം അപ്പിയർ ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ അത് വളരെയധികം ഹെൽപ്പ് ചെയ്യും. അതുകൂടാണ്ട് നമ്മുടെ അല്ലാത്ത ടോപ്പിക്സും ഉണ്ട്. അതായത് മാക്രോ, മൈക്രോ, ഇന്ത്യൻ എക്കോണമി, ഫൈനാൻസ് അങ്ങനെ റിലേറ്റഡ് ആയിട്ടുള്ള ബാക്കി കാര്യങ്ങളും സിലബസിൽ വരുന്നുണ്ട്. പക്ഷെ മെയിൻ ആയിട്ട് കൂടുതൽ അലോക്കേഷനും വരുന്നത് സ്റ്റാറ്റിസ്റ്റിക്സിലെ ഒരുപാട് ടോപ്പിക്സ് അതിൽ വരുന്നുണ്ട് സിലബസിൽ. അപ്പൊ അങ്ങനെ IAS എക്സാം എഴുതണം എന്ന ആഗ്രഹമുള്ളവർ ആ സിലബസ് ഒക്കെ ഒന്ന് വെച്ച് ഫെമിലറൈസ് ചെയ്ത് ഏതൊക്കെ ടോപ്പിക്സ് ആണ് ഇമ്പോർട്ടന്റ് എന്നുള്ളത് അതിൽ നമ്മുടെ ബേസ് വളർത്തിയെടുക്കാൻ ഈ MA പഠിക്കുന്ന സമയത്ത് തന്നെ ശ്രമിക്കുന്നത് വളരെ നന്നായിരിക്കും. പിന്നെയുള്ളത് കോർപ്പറേറ്റ്, അതായത് ഇപ്പൊ പ്ലേസ്മെന്റ്സിലൂടെ നമുക്ക് കമ്പനീസിൽ മാർക്കറ്റ് റിസർച്ച് അല്ലെങ്കിൽ മാർക്കറ്റ് അനാലിസിസ് ഫീൽഡിലോ അല്ലെങ്കിൽ ഡേറ്റ അനാലിസിസ് ഫീൽഡിലോട്ടോ അല്ലെങ്കിൽ ഫൈനാൻസ് പ്രൈസിങ് ആ ഒരു മേഖലയിലോട്ടോ നമുക്ക് പോകാൻ പറ്റും. അപ്പോൾ ഈ ഡേറ്റ അനാലിസിസ് ഒക്കെ ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണെങ്കിൽ കണ്ടിന്യൂസ്ലി നമ്മൾ അപ്ഡേറ്റഡ് ആയിരിക്കും. നമ്മൾ ഈ സോഫ്റ്റ്വെയർ, ഡേറ്റ മാനേജ്മെന്റ് സോഫ്റ്റ്വെയർസ് ആയിട്ടുള്ള സ്റ്റേറ്റ, R, പൈത്തൺ അതെല്ലാം ഫെമിലിയറൈസ് ചെയ്ത് അതുമായിട്ട് യൂസ് ചെയ്ത് കണ്ടിന്യൂസ്ലി നമ്മൾ അവെയർ ആയിരിക്കണം അതിന്റെ ചേഞ്ചസിലേക്ക് പറ്റും. ഈ കോർപ്പറേറ്റ് ജോലി നോക്കുന്നവരാണെങ്കിൽ നമ്മൾ ഈ കോളേജ് ചൂസ് ചെയ്യുമ്പോഴേ ഏതാണ് നിങ്ങൾക്ക് പോകാനുള്ള ഫീൽഡ്, നിങ്ങൾക്ക് താല്പര്യമുള്ള ഫീൽഡ് എന്ന് നോക്കി പ്ലേസ്മെന്റ്സ് നല്ല വരുന്ന കോളേജസ് ചൂസ് ചെയ്യുന്നത് വളരെ നന്നായിരിക്കും. അതായത് CUET വരുന്ന കോളേജസ് ഉണ്ട്. അതായത് ഇപ്പൊ ഹൈദരാബാദ് സെൻട്രൽ യൂണിവേഴ്സിറ്റി ഒക്കെ നല്ല പ്ലേസ്മെന്റ്സ് ഉള്ള യൂണിവേഴ്സിറ്റിയാണ്. അതേപോലെ CUET വരാത്ത മദ്രാസ് സ്കൂൾ ഓഫ് എക്കണോമിക്സ്, അവിടെയും വളരെ നല്ല പാക്കേജ്, നല്ല പ്ലേസ്മെന്റ്സ് ഉണ്ട്. ഓൾസോ ഗോഖലയില് മാസ്റ്റേഴ്സ് കഴിഞ്ഞിട്ട് നല്ല പ്ലേസ്മെന്റ്സ് ഓഫർ ചെയ്യുന്നുണ്ട്. അങ്ങനെയുള്ള പ്ലേസ്മെന്റ്സിനോട് താല്പര്യമുള്ള ആൾക്കാരാണെങ്കിൽ ആ ഒരു ഏതൊക്കെയാണ് പ്ലേസ്മെന്റ്സ് നല്ല കിട്ടുന്ന കോളേജസ് അങ്ങനെ നോക്കി ജസ്റ്റ് ഒരു സ്റ്റഡി ചെയ്ത് ഓപ്ഷൻസ് ചൂസ് ചെയ്യുന്നത് നന്നായിരിക്കും. പിന്നെയുള്ളത് അക്കാഡമിയാണ്. അക്കാഡമിയിൽ ഫസ്റ്റ് ടീച്ചിങ്, അപ്പൊ UGC നെറ്റ് എഴുതി ടീച്ചിങ്ങിന് ഉള്ളത് ഒരു ഓപ്ഷനാണ്. ടീച്ചിങ് ആയിട്ടുള്ള ആൾക്കാർക്ക് അതൊരു ഓപ്ഷനാണ്. മാത്രമല്ല റിസർച്ച്, ഇപ്പോ ഹെൽത്ത് എക്കണോമിക്സ്, ലേബർ എക്കണോമിക്സ് അങ്ങനെ ഒരുപാട് ടോപ്പിക്സ്, സബ് ടോപ്പിക്സ് വരുന്നുണ്ട് എക്കണോമിക്സിന്റെ അടി. അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ള ഫീൽഡ്, ഇൻട്രസ്റ്റ് ഉള്ള ഫീൽഡ് തിരഞ്ഞെടുത്ത്
റിസർച്ച് നമുക്ക് ആർട്ടിക്കിൾസ് ഓർഡർ ചെയ്യാം, അല്ലെങ്കിൽ റിസർച്ച് വർക്ക് പബ്ലിഷ് ചെയ്യാം, അങ്ങനെ ഇൻട്രസ്റ്റ് പെർസ്യൂ ചെയ്യാൻ പറ്റും. അപ്പൊ അതിൽ തന്നെ പ്രധാനമായിട്ട് പറയുന്നത് ലേബർ എക്കണോമിക്സ് ആൻഡ് ഹെൽത്ത് ആണ്. ഹെൽത്ത് എക്കണോമിക്സ് ഡിമാൻഡുള്ള ഫീൽഡാണ്. വളരെ കുറച്ച് ആൾക്കാരെ ഉള്ളൂ റിസർച്ച് ഹെൽത്ത് എക്കണോമിക്സ് സ്പെഷ്യലൈസ് ചെയ്തിട്ടുള്ളത്. രണ്ടാമത്തത് ലേബർ ആണ്. ലേബർ എല്ലാ കാലവും എവോൾവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എല്ലാ കാലത്തും അതിന് റിലവൻസ് ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. ഹലോ മാം, മാമിന്റെ വോയിസ് ഇടയ്ക്ക് ബ്രേക്ക് ആവുന്നുണ്ട്. ഓ ഓക്കെ, ഇപ്പൊ ഫൈനാണ്. ഇപ്പൊ ഓക്കെ ആണ്. ഓക്കെ, അപ്പം പറഞ്ഞു വന്നത് അക്കാഡമിയെ പറ്റിയാണ്. ഇപ്പൊ റിസർച്ച് വർക്ക്സിൽ ഒന്ന് നമ്മൾ പറഞ്ഞു ഹെൽത്ത് എക്കണോമിക്സ്, അതേപോലെ ലേബർ എക്കണോമിക്സ്. ലേബർ എക്കണോമിക്സ് നമുക്ക് എല്ലാ കാലത്തും ഇവോൾവ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് തന്നെ അതിന്റെ സ്കോപ്പ് ഒരിക്കലും കുറയുന്നില്ല, ഇല്ലാതായി വരുന്നില്ല. അതായത് ലേബർ കോൺട്രാക്ട്സ് ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പം നമുക്ക് കണ്ടിന്യൂസ്ലി വർക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ഫീൽഡാണ് ലേബർ എക്കണോമിക്സ് എന്ന് പറയുന്നത്. അതേപോലെ തന്നെ നിങ്ങൾക്ക് ഈ ഒരു ടോപ്പിക്സ് ഞാൻ എടുത്തു പറഞ്ഞത് അതിന്റെ ഇമ്പോർട്ടൻസ് കൊണ്ടാണ്. അതല്ലാതെ നിങ്ങൾക്ക് താല്പര്യമുള്ളത്, ഇപ്പൊ വേറെ ഫീൽഡാണ് നമുക്ക് താല്പര്യമുള്ളെങ്കിൽ, അഗ്രി ബിസിനസ് ആണ് താല്പര്യമുള്ളതെങ്കിൽ, അങ്ങനെ ആ ഒരു ഫീൽഡിൽ റിസർച്ച് ഓപ്പർച്യൂണിറ്റീസ് നമുക്ക് നോക്കിയെടുക്കാൻ പറ്റും. അപ്പൊ ഇവിടെയും ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മൾ കോളേജസ് ചൂസ് ചെയ്യുമ്പോൾ, ഇപ്പൊ നമ്മൾ എക്സാം ഒക്കെ കഴിഞ്ഞ് നമുക്ക് ഇപ്പൊ 1-2 സെലക്ഷൻ കിട്ടിയിരിക്കുവാണ് എന്നുണ്ടെങ്കിൽ, നമ്മൾ ഏത് മേഖലയിലോട്ടാണ് പോവേണ്ടത് എന്ന് നോക്കിയിട്ട് കോളേജസ് ചൂസ് ചെയ്യുന്നതായിരിക്കും ഏറ്റവും ആപ്റ്റ്. കാരണം ചില കോളേജസ്, ഇപ്പൊ CDS എന്ന് പറയുന്നത് കൂടുതൽ റിസർച്ച് ഓറിയന്റഡ് ആണ്. ഇവിടെ പ്ലേസ്മെന്റ്സ് എല്ലാം ഉണ്ട്, പക്ഷെ എന്നാലും അത് സ്റ്റുഡന്റ് ഇനിഷ്യേറ്റീവിലൂടെ നടക്കുന്ന ഒരു സംഭവമാണ്. CDS മോസ്റ്റ്ലി ഫോക്കസ് ചെയ്യുന്നത് റിസർച്ചിലാണ്. നമുക്ക് ഒരുപാട് സെമിനാർസ്, കാര്യങ്ങള്, പിന്നെ ഡിസ്കഷൻസ് എല്ലാം റിസർച്ച് ഓറിയന്റഡ് ആയിട്ടുള്ള ഒരു സ്ഥലമാണ്. അപ്പൊ റിസർച്ച് ആണ് പ്രിഫർ ചെയ്യുന്നുണ്ടെങ്കിൽ CDS ഒരു ഗുഡ് ഓപ്ഷൻ ആണ്. അതേപോലെ പ്ലേസ്മെന്റ്സ് ആണെന്നുണ്ടെങ്കിൽ അതിന് HCU ഉണ്ട്, MSc ഉണ്ട്, ഗോഖലെ ഉണ്ട്. അങ്ങനെ നിങ്ങൾക്ക് ഏതാണോ ഫീൽഡ് താല്പര്യമുള്ളത് എന്ന് നോക്കിയിട്ട് നമ്മൾ കോളേജസ് ഷോർട്ട് ലിസ്റ്റ് ചെയ്യുന്നത് വളരെ നന്നായിരിക്കും. അപ്പോ ഇത്രയാണ് പറയാനുള്ളത്. താങ്ക് യു മാം. അപ്പോൾ നമുക്കിനി ഡിസ്കഷൻ സെഷനിലേക്ക് കടക്കാം. ഒരുപാട് ആൾക്കാർ പല ഡൗട്ടുകളും ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ഫസ്റ്റ് സവാദ് ചോദിച്ചത് PPT കിട്ടുക എന്നാണ്. നമ്മൾ എക്കണോമിക്സിന്റെ ഗ്രൂപ്പിൽ എല്ലാവരും ഉണ്ടല്ലോ അല്ലേ? അല്ലെങ്കിൽ ഓറിയന്റേഷന്റെ ഗ്രൂപ്പിൽ എക്കണോമിക്സിന്റെ ഗ്രൂപ്പിന്റെ ലിങ്ക് അയച്ചു തരാം, അതിൽ PPT ഷെയർ ചെയ്തു തരാം. പിന്നെ സ്റ്റഡി മെറ്റീരിയൽ കിട്ടുക എന്ന് ചോദിച്ചിട്ടുണ്ട്. അതിന് സവാദ് സാർ, ഷമീം സാർ അടിയിൽ റിപ്ലൈ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് പറ്റിയ ബുക്സിന്റെ ഒരു റെഫറൻസ് ബുക്സിന്റെ ഒരു ഡീറ്റെയിൽസ് തന്നിട്ടുണ്ട്. താല്പര്യമുള്ളവർ അതിന്ന് സ്ക്രീൻഷോട്ട് എടുത്തു വെക്കട്ടോ. പിന്നെ ഇന്നത്തെ സെഷന് യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യുകയും ചെയ്യും. അപ്പൊ നിങ്ങൾ യൂട്യൂബിൽ പോയാൽ അവിടുന്ന് കാണാനും പറ്റും. പിന്നെ നിങ്ങൾക്ക് ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ മൈക്ക് ഓപ്പൺ ആക്കിയും ചോദിക്കട്ടോ. ഹലോ, ഓഡിബിൾ അല്ലേ? ഓഡിബിൾ ആണ്. ഒരു കുട്ടി ചോദിച്ചിട്ടുള്ളത് എത്ര മാർക്ക് വേണം അഡ്മിഷൻ കിട്ടാന്നുള്ളതാണ്. അപ്പോ അതിന് ഉത്തരം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് എക്സാക്ട്ലി ഇത്ര മാർക്ക് കിട്ടിയെങ്കിൽ അഡ്മിഷൻ കിട്ടുമെന്ന് ആർക്കും പറയാൻ പറ്റില്ല. നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുക വെച്ചാൽ മാക്സിമം നല്ല രീതിയിൽ പഠിച്ചിട്ട് നല്ല സ്കോർ ഉണ്ടാക്കുക. നിങ്ങൾക്ക് നല്ല സ്കോർ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് നിങ്ങൾ ഉദ്ദേശിക്കുന്ന യൂണിവേഴ്സിറ്റിയിൽ തന്നെ കിട്ടും. പിന്നെ എത്ര കട്ട് ഓഫ് എന്നുള്ളത്, അവിടെ എത്ര ആൾക്കാർ അപ്ലൈ ചെയ്യുന്നത്, അവിടെ എത്ര സീറ്റ് ഉണ്ട്, ആ ഒരു യൂണിവേഴ്സിറ്റിക്ക് എത്രത്തോളം ഡിമാൻഡ് ഉണ്ട്, അതിനൊക്കെ വെച്ച് കട്ട് ഓഫ് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ മാറും. അപ്പോൾ ഏറ്റവും നല്ല യൂണിവേഴ്സിറ്റിയിൽ ഏറ്റവും ഉയർന്ന കട്ട് ഓഫ് ഉണ്ടാവും. JNU, DSC, ഹൈദരാബാദ്, ഇതിലൊക്കെ ഏറ്റവും ഉയർന്ന കട്ട് ഓഫ് ഉണ്ടാവും. ഡിമാൻഡിനനുസരിച്ച് എത്ര സ്റ്റുഡൻസ് ഓപ്റ്റ് ചെയ്യുന്നുണ്ട്, എത്ര ആൾക്കാർ അവിടെ അഡ്മിഷൻ എടുക്കുന്നുണ്ട്, എത്ര സീറ്റ് ഉണ്ട്, ഇതിനൊക്കെ അനുസരിച്ച് കട്ട് ഓഫ് വാരി ചെയ്യും. അതാണ് പറയാനുള്ളത്. ഇയർ ഗ്യാപ്പ് പ്രശ്നമല്ല. ഇയർ ഗ്യാപ്പ് എവിടെ ഒരു പ്രോബ്ലം ആയിട്ട് പറയുന്നില്ല. ഹൈദരാബാദ് യൂണിവേഴ്സിറ്റിയെ കുറിച്ച് ചോദിച്ചിട്ടുണ്ട്. ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഹൈദരാബാദിൽ 2 കോഴ്സസ് ആണുള്ളത്, MA എക്കണോമിക്സും MA ഫിനാൻഷ്യൽ എക്കണോമിക്സും. MA എക്കണോമിക്സ് ജനറൽ എക്കണോമിക്സ് ആണ്. ഇത് എല്ലാ സബ്ജക്ട്സും പഠിക്കേണ്ടി വരും. ഫിനാൻഷ്യൽ എക്കണോമിക്സിൽ വരുന്നേരം ഫിനാൻഷ്യലിൽ മാത്രം വരുന്ന ചില പ്രത്യേക സബ്ജക്ട്സ് നിങ്ങൾ എക്സ്ട്രാ പഠിക്കേണ്ടി വരും. അപ്പോൾ ഡിഫറൻസ് എന്താ വെച്ചാൽ MA എക്കണോമിക്സ് എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് 2, അതായത് ഫിനാൻഷ്യൽ എക്കണോമിക്സിന്റെയും ഓപ്ഷണൽസ് നിങ്ങൾക്ക് ഓപ്ഷണലായിട്ട് എടുക്കാൻ പറ്റും. അതിന് റെസ്ട്രിക്ഷൻ ഇല്ല. പക്ഷെ
ഫിനാൻഷ്യൽ എക്കണോമിക്സ് എടുത്തു കഴിഞ്ഞാൽ ചില ജനറൽ എക്കണോമിക്സിലെ സബ്ജക്ട് നിങ്ങൾക്ക് എടുക്കാൻ പറ്റില്ല. അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. പിന്നെ ഫിനാൻഷ്യൽ എക്കണോമിക്സിന് +2 മാത്തമാറ്റിക്സ് മാൻഡേറ്ററി ആയിട്ട് വരുന്നുണ്ട്. നിങ്ങൾ കൂടുതൽ കോർപ്പറേറ്റ് പ്ലേസ്മെന്റ് ആണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നതെങ്കിൽ ഫിനാൻഷ്യൽ എക്കണോമിക്സ് എടുക്കുന്നതായിരിക്കും ഒന്നും കൂടി ബെറ്റർ. ഇനി നിങ്ങൾ അങ്ങനെ ഒരു തീരുമാനം ആയിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് ജനറൽ എക്കണോമിക്സ് എടുത്തു കഴിഞ്ഞാലും ഫിനാൻഷ്യൽ എക്കണോമിക്സിന്റെ ഓപ്ഷൻസ് നിങ്ങൾ എടുക്കാം എന്നുള്ള ഒരു ഓപ്ഷൻ ഉള്ളതുകൊണ്ട് അതൊരു പ്രശ്നമല്ല. ജനറൽ എടുത്താലും ഓക്കെയാണ്. പിന്നെ റെഫറൻസ് ബുക്കുകളാണ് ചോദിച്ചത്. കുറച്ചെണ്ണം ഞാൻ ഇട്ടിട്ടുണ്ട്. ഇതൊക്കെയാണ് ഞാൻ റെഫർ ചെയ്തിട്ടുള്ള ബുക്സ്. ഇത് തന്നെ നിങ്ങൾ റെഫർ ചെയ്യണമെന്നില്ല. നിങ്ങൾ ഇതുവരെ ഏതെങ്കിലും ബുക്ക് ഫോളോ ചെയ്യുന്നുണ്ടെങ്കിൽ അത് ഫോളോ ചെയ്താലും മതി, കുഴപ്പമൊന്നുമില്ല. അത്യാവശ്യം സ്റ്റാൻഡേർഡ് ടെക്സ്റ്റ് ബുക്സ് മാത്രം ഫോളോ ചെയ്യാം. ഒരു കാര്യം ആഡ് ഓൺ ചെയ്യാനുള്ളത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ നിലവിൽ എൻലൈൻ അക്കാഡമി എക്കണോമിക്സിൽ ക്ലാസ്സുകൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. സോ അതിന്റെ ഡീറ്റെയിൽസ് നമ്മൾ ഇവിടെ പറയുന്നില്ല. താല്പര്യമുള്ളവർ നമുക്ക് പേഴ്സണലി മെസ്സേജ് അയച്ചു തന്നിട്ട് നമ്മൾ ഏതെങ്കിലും നമ്പറിലേക്ക്. അപ്പോൾ നിലവിൽ CUT-യിൽ ഷമീം സാർ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇപ്പോൾ കുറച്ച് ചേഞ്ചസ് വരുന്നുണ്ട് എന്നുള്ളത്. ഷമീം സാർ ഒന്ന് മ്യൂട്ട് ചെയ്യോ? ഓക്കെ. അപ്പോൾ നിലവിൽ വരണ അത് റെക്കോർഡ് കൊണ്ട് പറഞ്ഞു, നിലവിൽ എന്തൊക്കെ ചേഞ്ചസ് ആണ് വരുന്നത് എന്നുള്ളത് നമുക്ക് നിലവിൽ ഡൗട്ട് ഉണ്ട്. എസ്പെഷ്യലി ഈ പ്രാവശ്യം 90 മിനിറ്റിലേക്ക് കുറയുകയാണെങ്കിൽ, ഇപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഏകദേശം 75 ക്വസ്റ്റ്യൻ ഉള്ളത് ഒരു കുട്ടീനെ സംബന്ധിച്ചിടത്തോളം 90 മിനിറ്റിൽ അത് അറ്റംപ്റ്റ് ചെയ്യാന്ന് പറഞ്ഞത് കുറച്ചും കൂടി ഡിഫിക്കൽട്ടായി മാറും. 105 മിനിറ്റ് ആണ് നിലവിലുള്ളത്. അപ്പം NTA പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഈ മാസം 26-ന് ഇത് ഫൈനലൈസ് ചെയ്തിട്ട് ഇത് കൺഫേം ആണോ അല്ലേ എന്നുള്ളത് അവരെ അറിയിക്കും. അതായത് അത് UGC കൊടുത്ത സജഷൻസ് മാത്രമാണ്, അതൊന്നും യാതൊരു തരത്തിലും കൺഫേം ചെയ്തിട്ടില്ല. 26-ന് ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ വരുമ്പം അതിന്റെ സീരിയസ്നെസ്സും കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് ഞങ്ങൾ നിങ്ങൾക്ക് ഒരു വീഡിയോ റെക്കോർഡ് ചെയ്ത് നമ്മളെ ഗ്രൂപ്പിലൊക്കെ ഔട്ട് ചെയ്യുന്നതാണ്. സോ അതിന്റെ അപ്ഡേറ്റുകളും കാര്യങ്ങളൊക്കെ അന്നേക്ക് നമുക്ക് നോക്കാം. പിന്നെ 26-നായിരിക്കും ഈ വർഷം 2025-ലുള്ള ആപ്ലിക്കേഷൻ ഡേറ്റ് എന്നാണെന്നുള്ള നോട്ടിഫിക്കേഷൻ വരുന്നത്. 25 ഓർ 26, നാളെ ഓർ മറ്റന്നാളാണ് അത് വരുന്നത്. അല്ലെങ്കിൽ 25, 26 ഓർ 24 ഈ ദിവസങ്ങളിലാണ് വരാൻ സാധ്യത ഉള്ളത്. സോ നമ്മളെല്ലാവരും പഠനം സീരിയസ് ആയിട്ട് എടുക്കേണ്ട സമയത്തിലേക്കാണ് നമ്മളെല്ലാവരും നിൽക്കുന്നത് കേട്ടോ. സോ ഇത്ര കാര്യങ്ങളാണ് ഇതിൽ ആഡ് ഓൺ ചെയ്യാനുള്ളത്. സോ ഇനി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം, ഇല്ലെങ്കിൽ നമുക്ക് എന്താക്കാം, ഇവിടെ സെഷൻ വൈൻഡ്. ചില കുട്ടികൾ ചോദിച്ചിട്ടുണ്ട് ഹൈദരാബാദ് യൂണിവേഴ്സിറ്റിയെ കുറിച്ച് ഡീറ്റെയിൽസ് കിട്ടുമോ ചോദിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഗ്യാപ്പ് ഇയർ പ്രോബ്ലം ആണോ ചോദിച്ചിട്ടുണ്ട്. ഗ്യാപ്പ് ഇയർ നിലവിൽ ഹൈദരാബാദ് യൂണിവേഴ്സിറ്റിയെ കുറിച്ച് ഷമീം സാർ പറയും. നിലവിൽ ഗ്യാപ്പ് ഇയർ പ്രശ്നമല്ല. പിന്നെ പക്ഷെ എന്നിരുന്നാലും ചില യൂണിവേഴ്സിറ്റിയിൽ ഗ്യാപ്പ് ഇയറിനെ കുറിച്ച് ചോദിക്കാറുണ്ട്. അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം പലപ്പോഴും CUT-യിൽ ഇപ്പോൾ സെൻട്രൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് രാജസ്ഥാൻ, ഹിമാചൽ പ്രദേശ് അങ്ങനത്തെ സ്ഥലങ്ങളിലൊക്കെ അതിന് പ്രശ്നമായി വന്നത്. ഹൈദരാബാദും പോണ്ടിച്ചേരിൻ്റെ ഒന്നും അറിയില്ല. പക്ഷെ വന്നിടത്തൊക്കെ നിങ്ങൾ ഒരു വൈറ്റ് പേപ്പറിൽ നിങ്ങൾ റീസൺ എന്താണെന്ന് എഴുതി കൊടുത്താൽ മതിയായിരുന്നു. ഇനി വല്ല മെഡിക്കൽ സർട്ടിഫിക്കറ്റ് ഉള്ളവരാണെങ്കിൽ അത് പ്ലേസ്ഡ് ആക്കിയാൽ മതി അവിടെ. പിന്നെ പ്ലേസ്മെന്റ് ഉള്ള അതർ യൂണിവേഴ്സിറ്റീസ് മെൻഷൻ ചെയ്യുമെന്ന് ചോദിച്ചിട്ടുണ്ട്. ഗൈഡ് ഓർ റാങ്ക് പിന്നെ ഗൈഡ് റാങ്ക് ഫയലിനെ കുറിച്ചൊക്കെ ചോദിച്ചിട്ടുണ്ട് കേട്ടോ. നിങ്ങൾ സാറ് പറഞ്ഞതുപോലെ ഈ മുകളിൽ പറഞ്ഞ ഈ ഒരു ബുക്സ് പഠിക്കുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ ആവുക. അപ്പോൾ ഷമീം സാർ ഈ ഹൈദരാബാദ് യൂണിവേഴ്സിറ്റിയെ കുറിച്ചുള്ള ഡീറ്റെയിൽസും അതുപോലെ തന്നെ പ്ലേസ്മെന്റ് ഉള്ള അതർ യൂണിവേഴ്സിറ്റീസിനെ കുറിച്ചും അതിനെക്കുറിച്ചൊന്ന് സാറ് പറയോ? ഓക്കെ. ഹൈദരാബാദ് യൂണിവേഴ്സിറ്റിയെ കുറിച്ച് ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. അതായത് 2 കോഴ്സാണ് ഉള്ളത്, MA എക്കണോമിക്സും ഫിനാൻഷ്യൽ എക്കണോമിക്സും. MA എക്കണോമിക്സ് സാധാ ജനറൽ എക്കണോമിക്സ് ആണ്. ഫിനാൻഷ്യൽ ആവുന്നേരം നിങ്ങൾ ഫിനാൻഷ്യൽ എക്കണോമിക്സിലെ സബ്ജക്ട്സ് പഠിക്കേണ്ടി വരും. ആ ഒരു ഫീൽഡിൽ ഇൻട്രസ്റ്റ് ഉള്ള ആൾക്കാർ ഫിനാൻഷ്യൽ എക്കണോമിക്സ് എടുക്കുക, അല്ലാത്തവർ ജനറൽ എക്കണോമിക്സ് എടുക്കുക. പിന്നെ യൂണിവേഴ്സിറ്റിയെ കുറിച്ച് മൊത്തത്തിൽ പറയുകയാണെങ്കിൽ നല്ല യൂണിവേഴ്സിറ്റിയാണ്. വളരെ വിശാലമായ ക്യാമ്പസും പ്രകൃതി ഭംഗിയും ഒക്കെ ഉള്ള, നിങ്ങൾക്ക് അക്കാദമിക് ലൈഫും അല്ലാത്ത ലൈഫും ഒക്കെ നല്ല രീതിയിൽ കൊണ്ടുപോകാൻ പറ്റുന്ന ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് ഉള്ള, പിന്നെ സൗത്ത് ഇന്ത്യയിലാണ്, നല്ല ഇൻഫ്രാസ്ട്രക്ചർ ഉണ്ട്. അങ്ങനെ മൊത്തത്തിൽ നോക്കുകയാണെങ്കിൽ അടിപൊളിയാണ് ഹൈദരാബാദ് യൂണിവേഴ്സിറ്റി. കോഴ്സും അക്കാദമിക്സും നല്ലതാണ്. അത്രയാണ് പറയാനുള്ളത്. പിന്നെ വേറെ കുട്ടി ചോദിച്ചത് പിന്നെ ഇഗ്നോയിലെ UG ഡിഗ്രി ബേസ് ആക്കാൻ പറ്റും. ഓക്കെയാണ്. അതായത് UGC അംഗീകാരമുള്ള ഏതൊരു UG ഡിഗ്രിയും ഓക്കെയാണ്. പിന്നെ ചെയ്യാണോ ചോദിച്ചിട്ടുണ്ട് ഒരാള് സാറെ കുറിച്ച്. അതെ, ഞാൻ നിലവില് MA എക്കണോമിക്സ് സെക്കൻഡ് ഇയർ ആണ് ഹൈദരാബാദ് യൂണിവേഴ്സിറ്റിയിൽ. പിന്നെ പ്ലേസ്മെന്റ്സ് കിട്ടുന്ന യൂണിവേഴ്സിറ്റീസ്, നിങ്ങൾ പ്ലേസ്മെന്റ് ആണ് നോക്കുന്നത് വെച്ച് കഴിഞ്ഞാല് ഡൽഹി സ്കൂൾ ഓഫ് എക്കണോമിക്സ് CUT-ന്റെ കീഴിൽ വരുന്നതാണ് ഞാൻ പറയുന്നത്. അതിൽ ഡൽഹി സ്കൂൾ ഓഫ് എക്കണോമിക്സ് ആയിരിക്കും നിങ്ങൾക്ക് ഏറ്റവും ബെസ്റ്റ് ഓപ്ഷൻ. അവിടെ നല്ല പ്ലേസ്മെന്റ്സ് ഉണ്ട്. പിന്നെ JNUലും അത്യാവശ്യം നല്ല പ്ലേസ്മെന്റ് വരുന്നുണ്ട്. പിന്നെ യൂണിവേഴ്സിറ്റി ഓഫ് ഹൈദരാബാദും ഓക്കെയാണ്. പിന്നെ വരുന്നത് ഗോഖലെ ഇൻസ്റ്റിറ്റ്യൂട്ട് ആണ്. ഗോഖലെ ഇൻസ്റ്റിറ്റ്യൂട്ട് സെൻട്രൽ യൂണിവേഴ്സിറ്റി അല്ല, അത് ഡീംഡ് യൂണിവേഴ്സിറ്റിയാണ്. അതുകൊണ്ട് തന്നെ അത്യാവശ്യം ഫീ വരുന്നുണ്ട് ഗോഖലയിൽ. പ്ലേസ്മെന്റ്സും അത്യാവശ്യം നല്ലതാണ്. പിന്നെ ബാംഗ്ലൂരിലുള്ള ബേസും നല്ല പ്ലേസ്മെന്റ് കൊടുക്കുന്ന ഒരു യൂണിവേഴ്സിറ്റിയാണ്. അപ്പൊ ഇത്രയാണ് CUT-യിൽ വരുന്നതിൽ
നല്ല പ്ലേസ്മെന്റ് ഓപ്പർച്യൂണിറ്റീസ് വരുന്ന ഇൻസ്റ്റിറ്റ്യൂട്ട്സ്. ബാക്കിയെല്ലാം റിസർച്ച് ഓറിയന്റഡും അക്കാദമിക്സ് ഒക്കെയാണ് നിങ്ങൾ ഫോക്കസ് ചെയ്യുന്നതെങ്കിൽ ബാക്കി യൂണിവേഴ്സിറ്റീസും നോക്കാവുന്നതാണ്. പ്ലേസ്മെന്റ് ആണെങ്കിൽ ഞാൻ ഈ പറഞ്ഞ യൂണിവേഴ്സിറ്റീസ് ആയിരിക്കും ബെറ്റർ. CDS സെപ്പറേറ്റ് എൻട്രൻസ് അല്ല. CDS കഴിഞ്ഞ വർഷം മുതൽ CUT വരുന്നത്. CUT സ്കോർ പരിഗണിച്ചിട്ടാണ് CDS അഡ്മിഷൻ വരുന്നത്. യൂണിവേഴ്സിറ്റി ഓഫ് രാജസ്ഥാൻ CUT അണ്ടറിലാണോ? സെൻട്രൽ യൂണിവേഴ്സിറ്റി ഓഫ് രാജസ്ഥാൻ ആണെങ്കിൽ CUT അണ്ടറിലാണ്. ഫീ സ്ട്രക്ചർ ഓരോ യൂണിവേഴ്സിറ്റിക്കും സെപ്പറേറ്റ് ഫീ സ്ട്രക്ചർ വരുന്നുണ്ട്. അപ്പൊ നിങ്ങൾ ഏത് യൂണിവേഴ്സിറ്റിയിലാണോ അഡ്മിഷൻ എടുക്കുന്നത് അതിനനുസരിച്ച് മാറും. ഇതിലിപ്പോ JNU HUലൊക്കെ JNUല് വളരെ ഫീ കുറവാണ്. ഇത് അക്കാദമിക് ഫീ ഒരു സെമ്മിന് ഏകദേശം 100-200 രൂപയൊക്കെ നിങ്ങൾക്ക് JNUൽ അക്കാദമിക് ഫീ വരുള്ളൂ. അപ്പോൾ ഈ പറഞ്ഞ യൂണിവേഴ്സിറ്റിയിൽ ഏറ്റവും ചെലവ് കുറഞ്ഞ യൂണിവേഴ്സിറ്റിയാണ് JNU. HUൽ MA എക്കണോമിക്സ് നിങ്ങൾ പഠിക്കാൻ ഏകദേശം 20,000 രൂപ നിങ്ങൾക്ക് കോഴ്സ് ഫീ ആയിട്ട് വരും. അതായത് 2 വർഷത്തേക്ക് കോഴ്സ് ഫീ 20,000 രൂപ വരും. അതിന് പുറമെ ഹോസ്റ്റലും മെസ്സും അങ്ങനത്തെ അഡീഷണൽ ഫീസ് ഒക്കെ വരും. പിന്നെ ഡൽഹി യൂണിവേഴ്സിറ്റി ആവുന്ന സമയത്ത് ഇതിനേക്കാളും ഫീ വരുന്നുണ്ട്. അതായത് JNUനേക്കാളും യൂണിവേഴ്സിറ്റി ഓഫ് ഹൈദരാബാദിനേക്കാളും ഫീ വരുന്നുണ്ട് ഡൽഹി യൂണിവേഴ്സിറ്റിയിൽ. കറക്റ്റ് ഫീ സ്ട്രക്ചർ കിട്ടാൻ വേണ്ടിയിട്ട് നിങ്ങൾ യൂണിവേഴ്സിറ്റിന്റെ സൈറ്റിൽ പോവുക. അവിടെ ഓരോ കോഴ്സിന്റെയും ഫീ സ്ട്രക്ചർ കറക്റ്റ് അവിടെ കൊടുത്തിട്ടുണ്ടാവും. അതിൽ നോക്കുന്നതായിരിക്കും ഒന്നുകൂടി ബെറ്റർ. ഷെബീബ് KLPM പ്രീവിയസ് ക്വസ്റ്റ്യൻ എന്താണ്? അവര് ചോദിച്ചത് എന്താന്ന് വെച്ചാൽ അവര് MA എക്കണോമിക്സ് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ഡിസ്റ്റൻസ് ആയിട്ട് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നിലവിൽ ഒരു PG കൂടി സെൻട്രൽ യൂണിവേഴ്സിറ്റിയിൽ പോയി പഠിക്കുന്നതിനെ കുറിച്ചുള്ള ഒപ്പീനിയൻ എന്താണെന്നുള്ളത്. MA എക്കണോമിക്സ് ആയിട്ട്. ഓക്കെ മനസ്സിലായി. അത് അപ് ടു നിങ്ങളാണ്. നിങ്ങൾ ഈ ഒരു PG സെൻട്രൽ യൂണിവേഴ്സിറ്റിയിൽ PG കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ എന്താണ് നിങ്ങൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് എന്നുള്ളതിനെ കുറിച്ച് ആദ്യം കറക്റ്റ് അതായത് നിങ്ങൾ എന്താണ് ഭാവിയിൽ ഏത് ജോലിയാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നത് എന്നുള്ളതിനെ ബേസ് ചെയ്തിട്ടാണ് നിങ്ങൾ ഇനിയിപ്പോ PG ചെയ്യണോ വേണ്ടെന്നൊക്കെ തീരുമാനിക്കേണ്ടത്. ഒപ്പം സെൻട്രൽ യൂണിവേഴ്സിറ്റിയിൽ ഒരു PGയും കൂടി ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ എക്സ്ട്രാ ഒരു എന്താ പറയാ സർട്ടിഫിക്കറ്റിൽ സെൻട്രൽ യൂണിവേഴ്സിറ്റി PG ഉണ്ട്. അല്ലാതെ അത് പിന്നെ വേറൊരു എക്സാമിനും എലിജിബിലിറ്റി കണ്ടീഷൻ ആയിട്ടൊന്നും വരുന്നില്ല. അപ്പോൾ അത് നിങ്ങൾ സ്വയം തീരുമാനിക്കുക. നിങ്ങൾ എന്താണോ അത് കഴിഞ്ഞിട്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അതിനനുസരിച്ച് തീരുമാനം എടുക്കുക. അതായിരിക്കും ബെറ്റർ. അനാഘ മാം, CDSലെ ഫീ സ്ട്രക്ചർ ഒന്ന് പറഞ്ഞു കൊടുക്കോ? ഓക്കെ. ഫീ സ്ട്രക്ചർ വരുന്നത് നമുക്ക് ഫസ്റ്റ് സെമ്മില് JNU എൻറോൾമെന്റ് പ്ലസ് രജിസ്ട്രേഷൻ ഫീ എന്ന് പറഞ്ഞൊരു 10,115 rupees അടയ്ക്കണം. അതല്ലാതെ ട്യൂഷൻ ഫീസ് വരുന്നത് 12,000 ആണ്. 12,000 ഫോർ ഫസ്റ്റ് സെമിസ്റ്റർ, സെക്കൻഡ് സെമിസ്റ്ററും 12,000 ആണ്. തേർഡ് ആൻഡ് ഫോർത്ത് സെമിസ്റ്റർ 13,200 അത്രയാ വരുന്നത്. പിന്നെ അല്ലാതെ ക്യാൻറ്റീൻ ഫീസ്, ഹോസ്റ്റൽ ഫീസ് സെപ്പറേറ്റ് ആണ്. ഹോസ്റ്റൽ ഫീസ് ഒരു സെമിസ്റ്ററിൽ വരുന്നത് 1,500 ആണ്. സെം ഫീസ്, ട്യൂഷൻ ഫീസ് ആക്ച്വലി വരുന്നത് 12,000 to 13,200 ആ റേഞ്ചിലാണ്. പിന്നെ ഫസ്റ്റ് സെം മാത്രം നമ്മളൊരു 1 ടൈം എൻറോൾമെന്റ് ഫീ ആയിട്ട് പേ ചെയ്യണം. പിന്നെ SC ST ചെറിയൊരു ഡിഫറൻസ്, ചെറുതല്ല, ഫസ്റ്റ് സെമിസ്റ്റർ, സെക്കൻഡ് സെമിസ്റ്റർ, തേർഡ് സെമിസ്റ്റർ ഫീ ട്യൂഷൻ ഫീ ഡിഫറൻസ് വരുന്നുണ്ട്. 3,000 and 3,300 ആണ് വരുന്നത്. ആ ഒരു ഡിഫറൻസ് വരുന്നുണ്ട്. പൊളിറ്റിക്സ് അക്കാദമിക്സിനെ ബാധിക്കുന്നു എന്ന് ചോദിച്ചാൽ അതും അപ് ടു യു ആണ്. അതായത് നിങ്ങൾ പൊളിറ്റിക്സിൽ ആക്റ്റീവായിട്ട് ഇന്റർഫിയർ ചെയ്യുകയാണെങ്കിൽ അത് ഓഫ് കോഴ്സ് അക്കാദമിക്സിനെ ബാധിക്കും. പക്ഷെ രണ്ടും കൂടി ബാലൻസ് ചെയ്ത് കൊണ്ടുപോകാന്നുള്ളതും പോസിബിൾ ആണ്. അങ്ങനെ കൊണ്ടുനടക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. അതായത് പൊളിറ്റിക്സിലും അക്കാദമിക്സിലും മികച്ചു നിൽക്കുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ അതൊക്കെ നമ്മൾ എങ്ങനെയാണോ അതൊക്കെ ഡീൽ ചെയ്യുന്നത് അതിനനുസരിച്ച് ഉണ്ടാവും. അല്ലാതെ പൊളിറ്റിക്സിൽ നമ്മൾ ഇടപെടാതെ നമ്മൾ അതിനെ കൊണ്ട് ബാധിക്കപ്പെടില്ല. ലാസ്റ്റ് ഇയർ CET സ്കോർ എത്ര വരെയാണ് HCL കട്ട് ഓഫ് ഉണ്ടായിരുന്നു? ഓക്കെ, ലാസ്റ്റ് ഇയർ ഏകദേശം 170 ഒക്കെ ആയിരുന്നു ജനറൽ വിഭാഗത്തിന്റെ കട്ട് ഓഫ്. OBC SC ST ഒക്കെ ആവുന്നവരെ ഏകദേശം 150, 160 അതിന്റെ ഇടയിലായിരിക്കും. കട്ട് ഓഫ് ഞാൻ ഓൾറെഡി പറഞ്ഞല്ലോ. നിങ്ങൾ കഴിഞ്ഞ വർഷത്തെ കട്ട് ഓഫ് തന്നെ ആവണം ഈ വർഷം എന്നില്ല. അത് കൂടാം കുറയാം. അതായത് ആൾക്കാർ ഡിമാൻഡ് ചെയ്യുന്നതനുസരിച്ചാണ്. അപ്പൊ അത് നിങ്ങൾ അത്ര ബോധർ ചെയ്യണ്ട. നിങ്ങൾ നല്ല രീതിയിൽ പ്രിപ്പയർ ചെയ്യുക, എക്സാം എഴുതുക, നല്ല സ്കോർ വാങ്ങുക. നല്ല സ്കോർ വാങ്ങിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏത് യൂണിവേഴ്സിറ്റിയാണ് നിങ്ങൾ പ്രിഫർ ചെയ്യുന്നത് അവിടെ അഡ്മിഷൻ കിട്ടും.
ഫ്രീ ടൈം കിട്ടുമെന്ന് ചോദിച്ചു കഴിഞ്ഞാല് അത് ഒരു കാര്യം, നമ്മളെ കോഴ്സ് എത്രത്തോളം റിഗറസ് ആന്നുള്ളതാണ്. ഇതിലിപ്പോ നോക്കുകയാണെങ്കിൽ JNUലെ അതുപോലെ ഡൽഹി സ്കൂൾ ഓഫ് എക്കണോമിക്സിലെയൊക്കെ കോഴ്സ് അത്യാവശ്യം നല്ല റിഗറസ് ആണ്. CDSലെയും സിലബസ് ഏകദേശം JNU പോലെ തന്നെയാണ്. അപ്പോൾ അതൊക്കെ അത്യാവശ്യം നല്ല റിഗറസ് ആണ്. നിങ്ങൾ നല്ലോണം എഫേർട്ട് എടുക്കേണ്ടി വരും. പക്ഷെ HCUലേക്ക് വന്നു കഴിഞ്ഞാൽ അത്ര ഒരു വാസ്റ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ അത്ര ഒരു ടഫ് ആയിട്ടുള്ള ഒരു സിലബസ് അല്ല HCUലുള്ളത്. അപ്പോൾ HCU നിങ്ങൾ അത്ര ഒരു എഫേർട്ട് എടുത്തിട്ടില്ലെങ്കിലും നിങ്ങൾക്ക് അത്യാവശ്യം നല്ല സ്കോർ ചെയ്യാൻ പറ്റും. അത് അപ്പോൾ യൂണിവേഴ്സിറ്റിനനുസരിച്ചിരിക്കും, ഓരോ യൂണിവേഴ്സിറ്റീസിനനുസരിച്ച് മാറും. JNU കിട്ടാൻ എത്ര സ്കോർ വേണം? JNU കഴിഞ്ഞ വർഷത്തെ കട്ട് ഓഫ്, ജനറൽ കട്ട് ഓഫ് ഏകദേശം 200ന്റെ മേലെയായിരുന്നു, 220 അങ്ങനെ എന്തോ ആയിരുന്നു. OBC SC/ST ആവുന്നേരം ഒരു 200 ഉള്ളവർക്കൊക്കെ കഴിഞ്ഞ വർഷം കിട്ടിയിട്ടുണ്ട്. കട്ട് ഓഫ് ഞാൻ പറഞ്ഞല്ലോ ഓൾറെഡി, അത് അങ്ങനെ കഴിഞ്ഞ വർഷത്ത് നോക്കിയിട്ട് കാര്യമില്ല, അത് മാറും. കോമ്പറ്റീറ്റീവ് എക്സാംസിനൊക്കെ പ്രിപ്പയർ ചെയ്യാൻ പറ്റുമോ HCU? പറ്റും. അതിനൊന്നും പ്രശ്നമൊന്നുമില്ല. കാരണം എക്കണോമിക്സ് നിങ്ങൾ അവിടെ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ അത്രയും ഒരു റിഗറസ് കോഴ്സ് അല്ലാത്തതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് മാനേജ് ചെയ്യാൻ പറ്റും, കോമ്പറ്റീറ്റീവ് എക്സാമിനും പ്രിപ്പയർ ചെയ്യാൻ പറ്റും. ഓക്കെയാണ്. അങ്ങനെയാണെങ്കിൽ നമ്മൾ ഇനി സെഷൻ വൈൻഡപ്പ് ചെയ്യാം. ഏകദേശം ഇപ്പൊ 8:56 ആയിട്ടുണ്ട്. പിന്നെ നമ്മള് ഇനി നിങ്ങൾക്ക് എല്ലാ ഡൗട്ടുകളും എന്താക്കാം, നമ്മളെ ഗ്രൂപ്പ് ഉണ്ടല്ലോ, എക്കണോമിക്സിന്റെ ഗ്രൂപ്പ്, ഒരു പബ്ലിക് ഗ്രൂപ്പ് ആക്കിയിട്ട് നമ്മൾ അത് എന്താക്കാം, ഗ്രൂപ്പ് ഓപ്പൺ ചെയ്യാം. നിങ്ങളുടെ ഡൗട്ടുകളും കാര്യങ്ങളൊക്കെ ആ ഗ്രൂപ്പ് ചോദിച്ചോളൂ കേട്ടോ. അപ്പൊ അങ്ങനെ ആ ഗ്രൂപ്പ് ചോദിക്കുമ്പോൾ നിങ്ങൾക്ക് എന്തായിരിക്കും, നമുക്ക് ആ രീതിയിൽ തന്നെ റെസ്പോൺസ് തരാനും കഴിയും. ഓക്കെ, അപ്പോ ഇന്ന് ഇവിടെ എത്തിച്ചേർന്ന എല്ലാവർക്കും താങ്ക് യു എന്ന് പറഞ്ഞുകൊണ്ട് ഇന്നത്തെ ഒരു സെഷൻ വൈൻഡപ്പ് ചെയ്യാണ്. ഇവിടെ ആദ്യം സെഷൻ സംസാരിച്ച ഷമീം സാർ, അതിനുശേഷം സംസാരിച്ച അനഘ മാം, ബോത്ത് ഓഫ് നിങ്ങൾക്ക് രണ്ടുപേർക്കും എൻലൈൻ അക്കാഡമി ഭാഗത്തു നിന്നും എൻ്റെ ഭാഗത്തു നിന്നും താങ്ക്സ് പറഞ്ഞുകൊണ്ട് താങ്ക് യു ആൾ. സാർ ഒരു മിനിറ്റ്. ചോദിച്ചോളൂ. സാർ BA എടുത്ത ഒരാൾക്ക് MSc ഡാറ്റ സയൻസ് എടുക്കാൻ പോകാൻ പറ്റുമോ? MSc ഡാറ്റ സയൻസോ? അത് എലിജിബിലിറ്റി കണ്ടീഷൻ ചെക്ക് ചെയ്യണം. നിങ്ങൾ ഏത് യൂണിവേഴ്സിറ്റിയിലാണോ നോക്കുന്നത് ആ ഒരു യൂണിവേഴ്സിറ്റിന്റെ സൈറ്റിൽ പോവാ, അവിടെ പറയുന്നുണ്ടാവും. അത് എല്ലാ യൂണിവേഴ്സിറ്റീസും അങ്ങനെ ബാച്ചിലേഴ്സ് ചെയ്താന്ന് പറഞ്ഞോളന്നില്ല, അത് ചെക്ക് ചെയ്തിട്ട് ചെയ്താൽ മതി. ഓക്കെ സാർ. ഓക്കെ.